പക്ഷമറിയാൻ ജനപക്ഷം അറിയാൻ നമ്മുടെ ചിഹ്നം പടയൊരുക്കം എത്തി നിൽക്കുന്നത് പറപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലാണ്. ചിത്ര, ഇവിടെ നിലവിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടെ നിലവിൽ 19 വാർഡാണ് ഉണ്ടായിരുന്നത്. അത് 4, 14, 1 എന്നുള്ള പോലെയായിരുന്നു. LDF 4, UDF 14, പിന്നെ ഒരു വാർഡിൽ ജമാഅത്ത് ഇസ്ലാം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ 3 വാർഡ് കൂടി. ഇപ്പോൾ 3 വാർഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഇവിടുത്തെ ഒരു വിജയസാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് പറപ്പൂരിനെ സംബന്ധിച്ച് സാമ്പാർ, അവിയൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു പഞ്ചായത്താണ്. 2020 അത് സാമ്പാർ മുന്നണിയുടെ ഒരു കയ്യിലായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ കുടിവെള്ള പ്രശ്നം, ശ്മശാനം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം എന്നീ 3 വിഷയങ്ങളാണ് കത്തി നിൽക്കുന്ന കാര്യങ്ങൾ. ഏതായാലും നമുക്ക് ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഭരിക്കുന്ന പാർട്ടിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഏതായാലും ആദ്യം UDFന്റെ അണികളെയും പ്രവർത്തകരെയും അതുപോലെ സ്ഥാനാർത്ഥികളെയും നേരിട്ട് കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, അങ്ങനെ എല്ലാവരെയും കണ്ട് നമുക്ക് എല്ലാം ചോദിച്ച് നല്ലൊരു ചർച്ച രൂപപ്പെടുത്താം. ഇത് കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക്, വോട്ടർമാർക്കൊരു ധാരണ ഉണ്ടാവും ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അല്ലേ? ഓക്കെ, നമുക്ക് പോയി നോക്കിയാലോ? തീർച്ചയായും. നമസ്കാരം. നമ്മുടെ ചിഹ്നം എത്തി നിൽക്കുന്നത് പറപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ്. നമ്മോടൊപ്പം പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമുണ്ട്. പരിചയപ്പെടാം നമുക്കവരെ. ഇത് നമ്മുടെ നിലവിലെ വാർഡ് മെമ്പറാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? അതിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഈ ദിവസം പറഞ്ഞാലും തീരൂല. അതിനു മാത്രം വികസന പ്രവർത്തനങ്ങളാണ് UDF ഭരണസമിതി ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. അത് ഏത് മേഖല എടുത്താലും, പശ്ചാത്തല മേഖല, അതായത് റോഡ്, പുതിയ റോഡുകളും റോഡ് പുനരുദ്ധാരണവും, ആ മേഖല എടുത്ത് നോക്കിയാൽ 1 മുതൽ 19 വരെ, നിലവിൽ ഇപ്പോൾ 19 വാർഡാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ 22 വാർഡായി. അപ്പോൾ ഈ എല്ലാ വാർഡിലും റോഡ് പുനരുദ്ധാരണവും അതുപോലെ തന്നെ പുതിയ റോഡുകളും നമുക്ക് ഇവിടെ വ്യത്യാസമില്ല, ഒരു വാർഡും വ്യത്യാസമില്ല. ആ രൂപത്തിലാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാ റോഡുകളും, പുതിയ റോഡുകളൊക്കെ തന്നെ ഉണ്ടാക്കി. അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനം അത് കംപ്ലീറ്റ് ഞങ്ങൾക്ക് എടുത്തു പറയാൻ കുറേയേറെ സംഗതികളുണ്ട്. അതുപോലെ കാർഷിക രംഗത്ത് പറയുകയാണെങ്കിൽ ഒട്ടേറെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ ഇവിടെ കർഷകർ കുറേ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നെൽകർഷകർ, കപ്പ കർഷകർ, തെങ്ങ് കർഷകർ, വാഴ കർഷകർ, ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള കർഷകരും ഇവിടെയുണ്ട്. അവർക്കൊക്കെ എന്താണോ വേണ്ടത്, ഏത് രൂപത്തിൽ, നമ്മളൊരു ചട്ടക്കൂടിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മതിന് കുറേ നിയമാവലിയുണ്ട്. ആ നിയമാവലിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലെല്ലാം തന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥികൾ ഓരോന്നും ഇലക്ഷൻ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇത്തവണ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങൾ കൂടുതലായിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? ജനങ്ങൾ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചട്ടക്കൂട്, കാരണം ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇന്നത് ചെയ്യാവൂ, കാരണം പിന്നെ ബാക്കി ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മളിപ്പോൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലങ്ങൾ വിട്ടു തന്നു. എന്തിന്? അങ്കണവാടികൾ ഉണ്ടാക്കാൻ. കുറേ അങ്കണവാടി കെട്ടിടമില്ലാത്ത അങ്കണവാടികളുണ്ടായിരുന്നു. അവർക്ക് ഇനി വെറും 4 അങ്കണവാടികളെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം 36 അങ്കണവാടികളുണ്ട്. അതിൽ ബാക്കി എല്ലാം തന്നെ വിജയിച്ച് വരികയാണെങ്കിൽ അതും ആ ഒരു പ്രശ്നവും പരിഹരിക്കും, ഉറപ്പായിട്ടും പരിഹരിക്കുമോ? തീർച്ചയായും. പിന്നെ ഞങ്ങൾക്ക് വലിയൊരു വിഷയം ശ്മശാനമായിരുന്നു. ശ്മശാനം, പിന്നെ ബഡ്സ് സ്കൂളുണ്ട്. ശ്മശാനം നമുക്ക് അതിൻ്റെ ഭൂമി അവിടെ ഉണ്ട്, അതിൻ്റെ തരം മാറ്റി കിട്ടിയിട്ടുണ്ട്. അതാണ് വലിയൊരു പ്രത്യേകത ഈ 5 വർഷത്തിൽ നമ്മൾ ചെയ്തു. പിന്നെ അതിലേക്കുള്ള റോഡും റെഡി ആയിട്ടുണ്ട്. ഇനി ശ്മശാന നിർമ്മാണം അടുത്ത ഈ മാർച്ചിൽ തന്നെ, ഈ മാർച്ച് ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ കെട്ടിടത്തിൻ്റെ പണിയും തുടങ്ങും. പിന്നെ ബഡ്സ് സ്കൂളായിരുന്നു ഞങ്ങളൊരു സ്വപ്നം. നമ്മുടെ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ കുറേ അധികമുണ്ട്. അപ്പോൾ അവർക്കൊരു ബഡ്സ് സ്കൂൾ ഇതുവരെ ഇല്ലായിരുന്നു. അപ്പോൾ അതിനും നമുക്ക് സ്വകാര്യ വ്യക്തി 15 സെൻറ്റ് സ്ഥലം വിട്ട് തന്നിട്ട് നമ്മളതിൻ്റെ പണി പൂർത്തിയായി.
അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് വളരെ പ്രതീക്ഷ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സബ് സെൻറ്ററുകൾ നമുക്ക് പുതിയൊരു സബ് സെൻറ്റർ ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ആയി തുടങ്ങി. 7-ാം വാർഡിൽ കല്ലക്കാട് ഭാഗത്ത് ICDC കുട്ടിത്തറ, പിന്നെ MLA ഫണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ഇവരുടെ വാർഡിലാണ് 6-ാം വാർഡ്, ഇപ്പം പഴയ 6-ാം വാർഡിൽ FHC കെട്ടിടം. അത് വലിയൊരു ബിൽഡിങ്, അത് വെള്ളപ്പൊക്കമുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇനി വെള്ളപ്പൊക്കത്തേക്ക് അതിജീവിക്കാൻ പറ്റുന്നൊരു കെട്ടിടമാണ് FHC കെട്ടിടം. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഹോമിയോ ഡിസ്പെൻസറി ഇപ്പോൾ അടുത്ത് അതിൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ നിർമ്മാണം തുടങ്ങും. ഇങ്ങനെ ഏത് മേഖല വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ നൂതനങ്ങളായ പദ്ധതികൾ വെച്ചിട്ടാണ്. പഠനം മധുരം എന്നൊക്കെ ഒരു ഉദാഹരണം. അത് നമ്മുടെ പിന്നോക്കക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോവിഡ് കാലത്ത് കുറേയേറെ കുട്ടികൾ പിന്നോക്കം പോയിരുന്നു. അവർക്ക് വേണ്ടി നൂതന പദ്ധതി വെച്ച് 3 വർഷത്തോളം അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഓരോ മേഖല എടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് മേഖലയും ഞങ്ങൾക്ക് പറയാനുണ്ട്. കൃഷി, പിന്നെ ആരോഗ്യരംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ പരിരക്ഷ, പാലിയേറ്റീവും എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഇതിൻ്റെ ബാക്കി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനാണ് ഈ എല്ലാ സ്ഥാനാർത്ഥികളും റെഡി ആയിട്ട് നിൽക്കുന്നത്. UDF തരംഗം തന്നെയാണ് ഇവിടെ എന്നുകൂടെ വിശേഷമാക്കുന്നത്. നിലവിലല്ല, അതിൻ്റെ മുൻ ഭരണസമിതിയായിരുന്നു ശ്മശാനത്തിന് ഭൂമി കണ്ടെത്തുകയും ഇപ്പോൾ ഈ പറയുന്ന 5 വർഷം കാലം കൊണ്ട് വെറും തരംമാറ്റം മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് ശ്മശാനത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. എന്താണ് തരം മാറ്റം? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ കുറേ ഉണ്ട്. അത് എളുപ്പമൊന്നും നമ്മൾ 2 വാക്കുകൊണ്ട് തരം മാറ്റം എന്ന് പറയാൻ പറ്റൂല. പക്ഷേ 5 വർഷം എടുത്തോ ഈ പറയുന്ന തരം? പക്ഷെ അതിൻ്റെ ഒരു മുന്നോട്ടുള്ള അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ അതിൻ്റെ പിന്നിലായിരുന്നു. കാരണം ഇതെന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസിൽ നിന്ന് പഞ്ചായത്തിൽ നിന്നൊക്കെ അതിൻ്റെ പേപ്പർ വേണം. തിരുവനന്തപുരത്ത് പോയിട്ടാണല്ലോ തരിച്ച് പാടത്താണ് ലാൻഡ് കണ്ടെത്തിയിരുന്നത്. എന്തുകൊണ്ട്? കാലാകാലങ്ങളായിട്ട് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. കാലാകാലങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഞങ്ങൾ നേരെ മുമ്പ് സാമ്പാർ മുന്നണിയായിരുന്നു. അപ്പോൾ ഈ കാലാകാലം പറ്റില്ല. അത് അവരാണ് ഈ പറയുന്ന ലാൻഡ് കണ്ടെത്തി, അല്ലെങ്കിൽ അതിന് ഉതകുന്ന ഒരു ലാൻഡ് കണ്ടെത്താൻ എന്താ കഴിഞ്ഞ ഭരണസമിതിക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അത് ഇതന്നെ ഈ പറഞ്ഞല്ലേ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഒട്ടേറെ വ്യക്തികൾ, സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു തന്നു. ഇത് പിരിവെടുത്തിട്ടൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആ ശ്മശാനത്തിലുള്ള സ്ഥലം. അപ്പോൾ അതിൻ്റെ തരം മാറ്റം എന്ന് പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക, ബാലി കയറാൻ മല തന്നെയായിരുന്നു. അത് തരം മാറ്റി കിട്ടുക എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഇപ്പം നമ്മളതിന് ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റോഡ്, അതിലേക്ക് റോഡുണ്ട്, ആ റോഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങളുടെ നിലവിലുള്ളൊരു മെമ്പറുണ്ട്, കുഞ്ഞമ്മദ് മാഷിൻ്റെ സ്ഥലവും പിന്നെ വേറെ കുറച്ച് സ്വകാര്യ വ്യക്തികൾ, അതെല്ലാം റോഡും അങ്ങോട്ട് റോഡ് വേണമല്ലോ, എന്നാലേ പണിയെടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും റെഡി ആയിട്ട് ഇനി അടുത്ത ഘട്ടം ഈ മാർച്ച് സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് ശ്മശാനത്തിൻ്റെ പണി തുടങ്ങും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെയാണ് ശാശ്വതമായ ഒരു മാലിന്യ സംസ്കരണം പഞ്ചായത്തിലില്ല എന്ന്. അതൊരു ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്നൊരു സാഹചര്യം കൂടി ഉണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട്. എന്താണ് ഇതിനുള്ള പ്രതികരണം? അത് ഞങ്ങൾക്ക് എന്താ പറയുക, അത് ഞങ്ങൾ കുറേയേറെ നോക്കി. കാരണം ഇപ്പോഴും വാടകയ്ക്കാണ്. അപ്പോൾ അതിന് ഈ മാലിന്യം എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അത് ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ഈ വേസ്റ്റ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡബ് ചെയ്യണ സ്ഥലം. അങ്ങനെ നിലവിലുണ്ടായിരുന്ന ഞങ്ങൾ ഭരണസമിതി കയറുമ്പോൾ ഉണ്ടായിരുന്ന അവിടെ എല്ലാവരും കൂടെ കുറേ ആൾ ആ ഉടമേനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെയുള്ള പരിസരവാസികളും എതിർ പാർട്ടികളൊക്കെ അത് അവിടുന്ന് എന്താ പറയുക, തച്ചൊഴിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ 2-ാം വാർഡിൽ ഒരു ആളുടെ സ്ഥലത്താണ്. അയാൾ നല്ല മനുഷ്യനായിട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും വല്ലാതെ ജനവാസം ഇല്ല. ഞങ്ങൾ ഈ പറഞ്ഞ 5 വർഷവും ഞങ്ങൾ അതിൻ്റെ പിന്നാലെ. കാരണം വേറെ നല്ല സ്ഥലം വാടകയ്ക്ക് കിട്ടിയിരുന്നു. മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തു. അതെന്താ വെച്ചാൽ ഈ വാടകയൊക്കെ നിശ്ചയിച്ച് കിട്ടണമെങ്കിൽ മേലെ തട്ടുന്ന കിട്ടണം. അതിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ. സർക്കാർ മാലിന്യം നിർമ്മാർജ്ജനം എന്ന് പറയാമെന്നല്ലാതെ എന്നാൽ ഇങ്ങനെയുള്ള ഈ വാല്യുവേഷനോ ഇങ്ങനെ ഇപ്പോൾ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ മന്ത്രിതലത്തിൽ നിന്നൊക്കെ വേഗത്തിലൊരു തീരുമാനമോ ഒരു സജഷനോ ഉത്തരവോ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് ശരിക്ക് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഞങ്ങളുടെ ഭരണസമിതിക്കും അതിന് നല്ല പ്രശ്നമുണ്ട് എന്ന് തന്നെ പറയാം. ഉറപ്പാണ്. നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് വാടകയ്ക്ക് തരാവുന്ന ഒരു വ്യക്തിയേറ്റിനു കുറേ മാസങ്ങൾ മന്ത്രിയെ നേരിട്ട് കണ്ട് കത്ത് കൊടുത്തു, എല്ലാം ചെയ്തു. പക്ഷേ യാതൊരു രക്ഷയില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് വേറൊരു സ്ഥലം ഉണ്ട്, ഇതുപോലെ ലീസിനാണ്, നല്ല സ്ഥലമാണ്. അതിൻ്റെ പേപ്പർ ഇനി സർക്കാരിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. വില്ലേജിലും അതുപോലെ തിരൂരങ്ങാടി താലൂക്കിലൊക്കെ കഴിഞ്ഞു, കലക്ട്രേറ്റിലും കഴിഞ്ഞു. ഏകദേശം 2 കോടി രൂപയോളം സർക്കാർ ഫണ്ട് ലാപ്സായി എന്ന് അത് ഈ കഴിഞ്ഞ 800-ന് മുകളിലേക്ക് റാങ്കിങ്ങിൽ പഞ്ചായത്ത് പിറകോട്ട് പോയി എന്നും
ഉണ്ടല്ലോ. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ഈ സംഭവം ഉണ്ടായത്. ആ വർഷം മാത്രമാണ് അതിൻ്റെ വിഷയം ഉണ്ടായത്. അത് പല കാരണങ്ങളാണ്. ഒന്നാമത് ഉദ്യോഗസ്ഥരുടെ അഭാവം, പിന്നെ കോൺട്രാക്ടർമാർ 2-3 പ്രാവശ്യം ടെൻഡർ ഇട്ടിട്ട് എടുത്തില്ല. എന്തോ എടുത്തില്ല എന്ന് വെച്ചാൽ കോൺട്രാക്ടർമാരോടാണ് അത് ചോദിക്കേണ്ടത്. മനഃപൂർവ്വം എടുക്കാത്തതാണോ നമുക്കറിയില്ല. അങ്ങനെ പിന്നെ വീണ്ടും അവരെടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇലക്ഷൻ വന്നു. ആയിടയ്ക്ക് ഏതോ ഒരു ഇലക്ഷൻ വന്ന് പെരുമാറ്റച്ചട്ടം വരലും, പിന്നെ അത് മാത്രമല്ല പറയണ കേൾക്കും, മുഴുവൻ പറയട്ടെ. പിന്നെ അത് DPCന്ന് നമ്മുടെ ഇയുടെ അംഗീകാരം കിട്ടണം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അതൊക്കെ കിട്ടി വന്നപ്പോഴേക്കിന്, കാരണം ഇവർ എബാവിൽ കോട്ട് ചെയ്തു, അപ്പോൾ പിന്നെ അത് ഇക്ക് പോകണം. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഈ പെരുമാറ്റച്ചട്ടം വന്നപ്പോൾ മാർച്ച് കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ അഭാവം ഇങ്ങനെയൊക്കെ ഉണ്ട്. 14 ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്തിലുള്ളത്. ഒരു വേളയിൽ 4 ആളുകൾ മാത്രം ഉണ്ടായിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇത് മനഃപൂർവ്വം UDF ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് തലത്തിൽ നിന്ന് വരുന്ന ഓരോ സംഗതികളാണ്. ഇവിടെ അതേപോലെ തന്നെ കോൺട്രാക്ടർമാർ ഓൽക്കും പല രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഇവിടെ പുറത്തുനിന്ന് കോൺട്രാക്ടർമാർ ഇവിടെ കുറവാണ്, ഇവരെന്നെ ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ചെയ്യലാണ്. അപ്പോൾ വർക്ക് എടുക്കുന്ന UDFൻ്റെ മെമ്പർമാരുടെ വാർഡിലാണെങ്കിൽ, അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ വീടുകളിൽ ഒക്കെ ചെല്ലുമ്പോൾ റോഡ് അങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ടെൻഡറായ വർക്കുകൾ തന്നെ ഇവർ അങ്ങനെ വെച്ച് താമസിപ്പിക്കണം മനഃപൂർവ്വം, ചില വാർഡുകളിൽ മാത്രം. എന്നാൽ ചില വാർഡുകൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് ഉണ്ട്, ജില്ലാ പഞ്ചായത്ത് ഉണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, എല്ലാം ഈ പറയുന്നതെല്ലാം UDFന്റെ കയ്യിലാണുള്ളത്. ഇതിനൊക്കെ ഏറ്റവും മേലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറയുന്ന ഒന്നിച്ച് ഒറ്റക്കെട്ടായ ഒരു സമരമുഖത്ത് എന്തുകൊണ്ട് ഇറങ്ങാത്തത്? ഈ വീണാലക്കൽ അങ്ങാടിയിൽ തന്നെ ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ പിന്നെ ധർണ നടത്തുന്നുണ്ട്. DPCയിൽ പോയിട്ട് ധർണ നടത്തിയിട്ടുണ്ട്. അത് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളാണ്. പക്ഷേ ഇവിടെ അത് കുറച്ച് കൂടുതലാണ്. പർപ്പൂന് അത് ഭരണതലത്തിലുള്ള പിടിപാട് കൊണ്ടായിരിക്കാം. നിങ്ങൾ ആലോചിച്ചാണ് 14 ഉദ്യോഗസ്ഥരിൽ 10 പേരും ഇല്ല എന്ന് പറഞ്ഞാൽ AEയുടെ ഓഫീസൊക്കെ അടഞ്ഞു കിടന്ന അവസ്ഥ ഉണ്ടായിരുന്നു, അടച്ചിട്ട അവസ്ഥ. അത് മറ്റൊരു പഞ്ചായത്തിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫണ്ടിന്റെ 3/4 ഭാഗവും പിന്നെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിനാണല്ലോ. പിന്നെ ശ്മശാനത്തിൻ്റെ കാര്യം ടീച്ചർ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ഇതിൽ തരികയാണ്. അത് ഒട്ടും ഫീസിബിൾ അല്ലാത്ത ഒരു സ്ഥലം ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പാടത്തിൻ്റെ ഒരു നടുക്ക് എന്ന് പറഞ്ഞാൽ അവിടേക്ക് പിന്നെ വെള്ളം വന്ന് മൂടുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ അംഗനവാടിക്കൊക്കെ ആളുകൾ സ്ഥലം തരുന്ന പോലെ ഇതിന് ഒരു എതിർപ്പ് വരും. കാരണം ഇത് ശ്മശാനമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നൊക്കെയുള്ള ചില ആളുകളുടെ വിശ്വാസമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഈ 5 വർഷത്തിനിടയ്ക്ക് അത് തരം മാറ്റാൻ തന്നെ നിരവധി തവണ ഇവർ തിരുവനന്തപുരത്ത് പോയ അവസ്ഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരിക്കൽ നമ്മുടെ MLA കുഞ്ഞാലി സാഹിബ് കൂടി കൂട്ടിയിട്ട് പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടാണ് ആ തരം മാറ്റാനുള്ള അനുമതി കിട്ടിയത്. അങ്ങനെ ഇപ്പോൾ 5 ലക്ഷം രൂപ റോഡിന് അവർ വെച്ചിട്ടുണ്ട്. ഇനി വൈകാതെ തന്നെ ശ്മശാനത്തിൻ്റെ പണി തുടങ്ങുകയും ചെയ്യും. അതൊക്കെ ലൈവായിട്ടുള്ളതാണ്. നമ്മളന്ന് പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ഒരു സംതൃപ്തിയോട് കൂടി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ പറപ്പൂർ പുഴയിൽ നിന്നാണ് കോട്ടക്കലായാലും ഒതുക്കുങ്ങലായാലും പറപ്പൂരായാലും എഡ്രിക്കോട്ടിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഇവിടെ ഒരു ശാശ്വതമായ കുടിവെള്ള പദ്ധതി അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവാൻ 11 സ്കീമുകൾ പുതിയ 12 സ്കീമുകൾ ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് MultiGP എന്ന് പറയുന്ന വേങ്ങര, ഊരകം, പറപ്പൂർ, കണ്ണമംഗല. അതിൻ്റെ കീഴിൽ 7ഓളം വാളുകളുണ്ട്. അതിൻ്റെ പുറമെ പാലാണിയുണ്ട്, കുഴിപ്പുറത്തിൻ്റെ ഈ നിൽക്കുന്ന ആസാദ് നഗറുണ്ട്, ചോലക്കുണ്ടിലുണ്ട്. അങ്ങനെ 12 ചെറുകിടതും വലുതുമായിട്ടുള്ള പദ്ധതികളോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കേണ്ട ഒരു 5000-ഓളം കുടുംബങ്ങൾ ഇപ്പോൾ അവിടുന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവും. നേരിട്ടുള്ളതും അല്ലാതെ ഇവർ സ്വന്തമായിട്ടുള്ളതും ബൾക്കായിട്ട് ജലനിധിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പദ്ധതികളും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളമില്ലാത്തൊരവസ്ഥ, കൂടുതലായി പണം വാങ്ങുന്നു എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. അത് പിന്നെ വാട്ടർ അതോറിറ്റി നടത്തുന്നത് പോലെ പ്രൈവറ്റ് ഏജൻസികൾക്ക് നടത്താൻ പറ്റില്ല. അവർക്കിപ്പോൾ അത് നിങ്ങൾക്കറിയാലോ, ഗവൺമെൻറ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു പ്രൈവറ്റ് സംഗതികൾ നടത്താൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ ഒരു പറയാം. അല്ലെ ഏറെ ഒന്നും വാങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു വിഷയം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100% എക്സ്പെൻഡിച്ചറാക്കി കഴിഞ്ഞ സാമ്പത്തിക വർഷം. പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ബ്ലോക്കിൽ 1ാം സ്ഥാനം പറപ്പൂർ ഗ്രാമപഞ്ചായത്തിന് കിട്ടി. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ആരും എടുത്തല്ല. ഇപ്പം നിങ്ങൾ എടുത്ത് ചോദിച്ചല്ലോ, എന്താ ആരോപണങ്ങൾ ഉയരുന്ന കാര്യങ്ങളാണ് ചോദ്യം വരിക. നല്ലത് ചോദിക്കൂലല്ലോ. അപ്പൊ നല്ലത് പറയാൻ ഞങ്ങൾ വരുന്നു, നിങ്ങൾക്ക് പറയാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നതാണല്ലോ മീഡിയയുടെ സംഗതി പറയാനുള്ളത്. ഇപ്പോൾ ഒരു കാളവൂട്ട് കണ്ടുണ്ട് ഇവിടെ. നമ്മൾ ഈ ശ്മശാനത്തിൻ്റെ തൊട്ടടുത്ത് കാളവൂട്ട് മത്സരം എന്ന് പറഞ്ഞാൽ അറിയാലോ, കാർഷിക മേഖലയിൽ കർഷകർക്ക് ഉണർവ് പകരുന്ന ഒരു സംഗതിയാണ് കാളവൂട്ട്. അതിനെതിരായിട്ട് DYFIയുടെ മേഖലാ സെക്രട്ടറി പരാതി കൊടുത്ത് കളക്ടറേറ്റിൽ നിന്ന് അന്വേഷണം വന്ന് ഇപ്പോൾ ഇവർ ബോർഡൊക്കെ കൂടിയിട്ട് അത് അവിടെ തന്നെ നിലനിർത്താനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് പോലും വിമുഖത കാണുക. അത് ഈ ശ്മശാനത്തിൻ്റെ തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്ന ഒരു ഈ പാടം തന്നെയാണത്. അപ്പോൾ അവരുടെ ഒരു നിലപാട് എന്താ നമുക്കതിന് മനസ്സിലാക്കാം. അതിന് അനുമതി നൽകാത്ത ആളുകൾ പിന്നെ എങ്ങനെ ശ്മശാനം യാഥാർത്ഥ്യമാകണം എന്നുള്ള നിലക്ക് മാത്രമല്ല, വെറുതെ ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ശ്മശാനം എന്ന് പറയുന്നത്. അത്രയും മനസ്സിലാക്കാനുണ്ട്.
ഈ 19 വാർഡുകളിലും വികസനമൊക്കെ ഒരുപോലെ എത്തിയിട്ടുണ്ടോ? ഇന്ന് 4 വാർഡ് ഭരിക്കുന്നത് LDF ആണ്. വിവേചനം ഇല്ലായിരുന്നു. ഇപ്പോൾ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ ഓരോ കുറേ പ്രൊജക്റ്റുകൾ ഓരോ ഗുണഭോക്താക്കൾക്ക് ആ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ അതാത് ഇപ്പോൾ 4 നമ്മൾ പ്രതിപക്ഷം എന്ന് പറയാൻ പാടില്ല എന്നല്ല, ഭരണസമിതി എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഇവർ കുറേ ചോദിച്ചല്ലോ, അങ്ങനത്തെ 4 പ്രതിപക്ഷ മെമ്പർമാരാണ്. അവരുടെ വാർഡിലേക്കും എല്ലാ ഗുണഭോക്താക്കളും എല്ലാവിധ ആനുകൂല്യങ്ങളും എത്തിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ആ വാർഡുകളും കൂടെ പിടിക്കാൻ UDFന് കഴിയുമോ? ആനുകൂല്യം പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനാണ്, അട്ടിമറികൾ വരാം. മനസ്സിലായല്ലോ പറഞ്ഞത്? ഞങ്ങൾ അഴിമതി രഹിതമായ ഒരു ഭരണമായിരുന്നു. 4 സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആകെ 150 ചുവടെ വോട്ടിനാണ്. ഒരു വാർഡ് പോയത് അപകടം നിർത്തി 3 വോട്ടിനാണ്. ഒരു സംശയം വേണ്ട, ഞങ്ങൾ ഈ രീതിയിലാണ് പ്രവർത്തനം എന്നുണ്ടെങ്കിൽ 22 വാർഡും വിജയിക്കാൻ ആവശ്യമായ വിഭവശേഷിയും എല്ലാ അർത്ഥത്തിലും സെറ്റപ്പും പറപ്പുറമായി. അത് നിങ്ങൾക്ക് 13-ാം തീയതിക്ക് ശേഷം കാണാം, ഡിസംബർ 13-ന് ശേഷം. അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാ വീടുകളിലേക്കും എത്തിയോ? എല്ലാ വീട്ടിലേക്കും 1-2 പ്രാവശ്യം സെറ്റപ്പായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ക്വാഡായിട്ട് എല്ലാ ഭാഗത്തും നമ്മുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും ഓരോ വീട് വീടാന്തരം കൈകാര്യം നല്ലൊരു പ്രവർത്തനമാണ് നടക്കുന്നത്. നേരെ സൂചിപ്പിച്ച പ്രകാരം സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ 22 വാർഡിലും നല്ല പ്രവർത്തനമാണ്. മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി പോകുന്നത് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നമുക്കുള്ള ഒരുപാട് ന്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ UDFന്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സഖ്യം കൂടി ഉണ്ട് എന്ന് ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ചില ഭാഗങ്ങൾ പ്രാദേശികമായിട്ടല്ല UDF ആയിട്ടൊരു കൂട്ടുകെട്ട് അവരുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പല ഭാഗങ്ങളിലും ജമാഅത്ത് ഇസ്ലാമി അല്ല, വെൽഫെയർ പാർട്ടിയാണ്. ജമാഅത്ത് ഇസ്ലാമി തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് വെൽഫെയർ പാർട്ടി എന്നുണ്ട്. 2011 വരെ അവർക്ക് അൺടച്ചബിലിറ്റി, അസ്പൃശ്യത ഒന്നും ഉണ്ടായിരുന്നില്ല. 2011 ശേഷമാണ് അവർ തൊട്ടുകൂടായ്മൊക്കെ വന്നത്. സഖ്യം അവരായിട്ടില്ല. ഈ 14-ാം വാർഡിൽ അവരുമായിട്ട് ധാരണ ഉണ്ട്. അത് സ്റ്റേറ്റ് ലെവലിൽ തന്നെ പല പഞ്ചായത്തുകളിലും അങ്ങനെ ഉണ്ട്. അതൊരു കുറ്റമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എല്ലാ വോട്ടിനും ഈക്വൽ വാല്യൂ തന്നെയാണുള്ളത്. അത് കോൺഗ്രസിന്റെ വോട്ട്. ഈ 14-ാം വാർഡിൽ UDFന് സ്ഥാനാർത്ഥിയുണ്ടോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണുള്ളത്. കാലാകാലങ്ങളായിട്ട് അവരുടെ വാർഡായി മാറിയ അടുത്തൊരു സഖ്യം UDF ചേർന്നു എന്നാണോ? എങ്ങനെ മനസ്സിലായില്ല? 14-ാം വാർഡ് എന്ന് പറയുന്നത് അവിടെ കാലാകാലങ്ങളായി അവരെ ഒരു മെമ്പർ അവരുതുണ്ട്. അത് തെറ്റാണ്. അതായത് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി നേരത്തെ CPM-മായി 2015 സഖ്യം ചേർന്ന പാർട്ടിയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഇപ്പോൾ UDF-മായി സഹകരിക്കാൻ അവർ തയ്യാറായി വന്നപ്പോൾ ഞങ്ങളൊരു സീറ്റ് അവർക്ക് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ 14-ാം വാർഡ് നേരത്തെ അവർക്ക് സീറ്റല്ല. വെട്ടി വരുന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണെങ്കിൽ നേരത്തെ അവർ പഴയ 17-ാം വാർഡിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. ഇപ്പോൾ അവർ 14-ാം വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു സീറ്റ് നിലവിൽ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ട്. അത് സ്വതന്ത്ര വെൽഫെയർ പാർട്ടി എന്നുള്ള നിലക്കല്ല അവർ മത്സരിക്കുന്നത്. അവര് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് തന്നെയാണ് മത്സരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് UDF സഖ്യമായിട്ടല്ല വരേണ്ടത്. അവർ സ്വാഭാവികമായിട്ടും നമ്മളോട് സഹകരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇലക്ഷനിൽ പറപ്പൂർ പഞ്ചായത്തിൽ മുഴുവൻ സീറ്റും UDF കരസ്ഥമാക്കും. UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തുടർച്ച ഇനിയും ഉണ്ടാവും. എന്താണ് ഇനി വരാൻ പോകുന്ന ഭരണസമിതി UDFന്റെ ആണെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ആശയം? മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മുഖ്യ ഘടകം. അതിനപ്പുറത്തേക്ക് ഇനി ഞങ്ങൾക്ക് പുതിയ സംവിധാനം, അതായത് പുതിയ സ്ഥലങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങൾക്ക് അതിലുമായി പറയാനുള്ളത്. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പുതിയ പുതിയ പദ്ധതികൾ, ഈ എന്താ പറയുക, PHC ആയാലും ശരി, ബഡ്സ് സ്കൂളായാലും ശരി, ഹോമിയോ ഡിസ്പെൻസറി ആയാലും ശരി, ഒക്കെ സ്വന്തം കെട്ടിടത്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം കെട്ടിടത്തിൽ ഈ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഈ 5 വർഷം കൊണ്ടാണ്. പിന്നെ ഈ ശ്മശാനം സത്യത്തിൽ നേരത്തെ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചത്. എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് ചുരുങ്ങിയ ഒരു സ്പേസ് പോരാ. അതാണെങ്കിലോ ഫ്രീ ആയിട്ട് കിട്ടും വേണം.
അങ്ങനെ കിട്ടാവുന്ന എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ സാമ്പാർ മുന്നണി കാലത്ത് ഇവരിത് നടക്കരുത് എന്നുള്ളത് തന്നെയാണ്. നടപ്പാടം അതിലേക്ക് വഴി പോലില്ല. നടപ്പാടത്ത് ഒരു നിലക്കും വരാത്ത ഒരു സ്ഥലത്താണ് അന്ന് അവർ സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളത് വളരെ പരിശ്രമിച്ചുകൊണ്ട് ഈ 5 കൊല്ലം കൊണ്ട് അതിലേക്ക് റോഡുണ്ടാക്കി, അതിൻ്റെ തരം മാറ്റി കൊടുത്തു, അതിൻ്റെ പണികൾ നടക്കാൻ പോകാം. അതിനുള്ള ഫണ്ടുകളും ഈ പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത ഫസ്റ്റ് പദ്ധതി തന്നെ അതായിരിക്കും. ഇപ്പോൾ 3 വാർഡുകളാണ് കൂടിയിട്ടുള്ളത്. അതെ, കഴിഞ്ഞ പ്രാവശ്യം 14 സീറ്റുകളായിരുന്നു 15 സീറ്റ് UDF ഉണ്ടായത്. ഇത്തവണ എത്ര സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്? 22 സീറ്റ് കിട്ടും, യാതൊരു സംശയമില്ല. ഞങ്ങൾ വെറുതെ പറയല്ല. ഒരു എന്താ പറയുക, CPM പറയുന്നൊരു പാർട്ടിയാണോ ഞങ്ങളോട് മുട്ടാൻ വരുന്നു എന്ന് പറഞ്ഞു കേട്ടിയത്? അതിപ്പോൾ ഇല്ലല്ലോ. ഇവിടെ സ്വതന്ത്രമായിട്ട് പല ചിഹ്നത്തിലും പല കോലത്തിലും വന്നു എന്നല്ലാതെ CPM-ൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഇവിടെ മത്സരിക്കുന്നില്ല പഞ്ചായത്തേക്ക്. ഇല്ല, ഉണ്ടോ? ഒരു വാർഡിലുണ്ടോ? 3-ാം വാർഡിൽ അരിവാൾ ചുറ്റിയ അത് ഒരു വെറുതെ നിർത്തിയതാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കുന്ന, പഞ്ചായത്തിൽ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ഒരു വാർഡാണത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF തരംഗമാണ്. UDF കഴിഞ്ഞ 5 വർഷം നേടിയെടുത്ത വികസന പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ആളുകളുടെ പ്രതികരണം തീർച്ചയായും ഈ 22 വാർഡിലും പ്രതിഫലിക്കും. അത് UDF-ന് ഗുണമാവും. 22 വാർഡും UDF ജയിച്ച് മുന്നോട്ട് പോകുമെന്ന് യാതൊരു സംശയവും. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? ഞാൻ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 7-ാം വാർഡിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളാണ്. എൻ്റെ പേര് വസന്ത എന്നാണ്. പിന്നെ ഞാൻ മത്സരിക്കുന്ന 7-ാം വാർഡിലാണ്. കഴിഞ്ഞ തവണ ആ വാർഡിൽ ആരായിരുന്നു വിജയിച്ചിരുന്നത്? 10 വർഷമായിട്ട് LDF-ൻ്റെ വാർഡിലുള്ള LDF-ൻ്റെ ഭരണസമിതിയിലും മെമ്പറുമായിട്ട് നിൽക്കുന്ന വാർഡാണത്. 10 വർഷം LDF-ൻ്റെ കയ്യിലുള്ള വാർഡാണ്. ആ വാർഡാണ് ഇപ്രാവശ്യം. അപ്പോൾ അത് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പ്രയത്നം തന്നെ വേണ്ടി വരും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് വോട്ടർമാരോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളിൽ ഒരാളാവാനാണ് വന്നിട്ടുള്ളതെന്ന്. ഞാനൊരു മെമ്പറായിട്ടോ ഒന്നും എന്നെ കാണണ്ട. നിങ്ങളെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഒരാൾ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളുടെ വോട്ട് മാത്രമാണ് തരേണ്ടത് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ജയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ആ വാർഡ് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ പൂർവികരായിട്ട് തന്നെ ഞങ്ങൾ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അവരൊക്കെ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വേളയിൽ ഞാൻ എങ്ങനെയാണെന്നറിയില്ല, പിന്നെ ഞാനിപ്പോൾ വലിയൊരു RSS പ്രവർത്തകയായി മാറിയിട്ടുണ്ട്. അതിലെനിക്ക് സങ്കടമുണ്ട്, പിന്നെ ചിരിയും വരുന്ന ഒരു കാര്യമാണ്. ഞാൻ വലിയൊരു RSS പ്രവർത്തകയായിട്ടാണ് എന്നെ അവിടെ കാണുന്നത്. പൂർവികരായിട്ട് ഞങ്ങൾ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. UDF-ൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? RSS അനുഭാവികളുടെ ഒരു വോട്ട് വരാൻ സാധ്യത ഉണ്ടോ? ഒന്നും നമുക്ക് അടിയിൽ കൂടെ അല്ല, അത് ആ ഒരു ആരോപണത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ RSS-ൽ പ്രവർത്തിക്കുന്ന ആളല്ല. RSS-ൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ അല്ല അത്. എല്ലാവരും നമ്മളെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ 2018 മുതൽ 25 വരെ കുടുംബശ്രീയിലുള്ള പ്രവർത്തനങ്ങളാണ്. ഒരുപാട് കുടുംബശ്രീ പ്രവർത്തകർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അറിയാണ്, അതിൽ കൂടി ആ സ്നേഹം കൊണ്ട് കിട്ടുന്ന വോട്ടുകളായിരിക്കും എനിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഈ ഒരു സമയത്താണ് വരുന്നത്. ഞാൻ പറപ്പൂർ പഞ്ചായത്തിലേക്ക് കല്യാണം കഴിച്ച് വന്നിട്ട് 30 വർഷമായിട്ടും ഞാൻ UDF-ൻ്റെ അനുഭാവിയായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. ഇനി മുന്നോട്ടും ഞാൻ അങ്ങനെ തന്നെയാവും. ഞാൻ മരിക്കുന്നത് വരെ ഒരു കോൺഗ്രസ്സുകാരി എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കും ഞാൻ തുടർന്ന് പോവുക. പക്ഷേ ഇപ്പോൾ പിടിച്ച് മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ന്യൂസ് വന്നതെന്ന് എനിക്കും അറിയില്ല. അമ്പലവും ദൈവങ്ങളും വിശ്വാസമൊക്കെ അത് ഞങ്ങളെ മതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോണത്. ഞാൻ ദിവസം അമ്പലത്തിൽ പോകേണ്ട, ദിവസം 2 നേരം നാമം ചെല്ലുന്ന ഒരാളാണ്. അതൊന്നും ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെ വന്നു എന്നത് എനിക്കറിയില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ 10 വർഷമായിട്ട് LDF ഭരിച്ച ഒരു വാർഡാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ടോ? അത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇനി കൂടുതലായിട്ടാണ് എന്താണ് അവരുടെ ആവശ്യം? അവർക്ക് പല ഭാഗത്തും റോഡില്ലാത്തൊരു പ്രശ്നമാണ് അവർ പറയുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ. ഞാനിപ്പോൾ രണ്ട് റൗണ്ട് പൂർത്തീകരിച്ചു. ആ 2 റൗണ്ടിലും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടെ തന്നെ ചെയ്തിട്ടുള്ളത്, കുറഞ്ഞിട്ടില്ല. ഈ റോഡ് നമ്മുടെ മാഡം പറയുകയുണ്ടായി, പഞ്ചായത്തിലുള്ള ഒരുവിധം റോഡുകളൊക്കെ വാർഡുകളൊക്കെ ശരിയാക്കി. എന്തുകൊണ്ടായിരിക്കും അവിടെ മാത്രം റോഡ് അതിനൊരു പുരോഗതി ഇല്ലാതെ വന്നത്? അത് എന്താണെന്നറിയില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകൾ തന്നെയാണ്. പാടത്തിൻ്റെ മലയോര പ്രദേശ സ്റ്റെപ്പുകളൊക്കെ കയറിയൊക്കെ പോണേ
സ്ഥലങ്ങളാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം വന്നിട്ടുള്ളത്. ഇത്തവണ വിജയിച്ച് വരികയാണെങ്കിൽ എന്തായാലും ആ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമോ? അത് സ്ഥലങ്ങൾ വിട്ടു നൽകാൻ തയ്യാറാണെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയണതിനനുസരിച്ച് നമ്മളെ ഭരണസമിതി, നമ്മളെ പഞ്ചായത്തിൻ്റെ ഒക്കെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കവിടെ എത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉറപ്പ് പറയാൻ കഴിയണില്ല. നമുക്കെല്ലാവരും നമ്മളെ പിന്തുണച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഭാഗങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു ഭാഗം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 2 തവണ പോയി വന്നപ്പോഴും നമ്മൾ കുറച്ചും കൂടി അവരെ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഏരിയ എനിക്ക് തോന്നി. അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 16-ാം വാർഡ് മലപ്പുറം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. വിജയിക്കുമോ? എത്ര ഷുവറാണ്? 100% ഇവിടെ ഉണ്ടാവും. എന്താണ് ജനങ്ങളൊക്കെ പറയുന്നത്? വോട്ടർമാരൊക്കെ എന്താണ് പറയുന്നത്? വോട്ടർമാർ മികച്ച പ്രതികരണമാണ്. കഴിഞ്ഞ മെമ്പറെ തുടർന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ മെമ്പർമാരും കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്കുണ്ട്. ഇത് ആദ്യമായിട്ടാണോ ഒരു തെരഞ്ഞെടുപ്പ്? പൊതുരംഗത്ത് 35 വർഷമായി, മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്. വിജയിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ്. ഞാൻ ബ്ലോക്ക് കാണും, പറപ്പൂർ ഡിവിഷൻ. കഴിഞ്ഞ തവണ പഞ്ചായത്തേക്ക് 16-ാം വാർഡായിരുന്നു കുട്ടിപ്പാറ. നല്ലൊരു വികസന പെരുമഴ തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിന് ഇത്തവണ ബ്ലോക്കിലേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അനുഭവ സമ്പത്തോടെ ഒരു വലിയൊരു മത്സരത്തെ നേരിടാൻ പോവുകയാണ്. അപ്പോൾ എന്താ തോന്നുന്നത്? നല്ല ഈ 5 വർഷം നമ്മൾ വികസനത്തിൻ്റെ പെരുമഴക്കാലാണ് നമ്മൾ ജനങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ പദ്ധതികൾ ഇപ്പോൾ പറഞ്ഞില്ല. ശ്മശാനത്തിന് തുടർന്ന് നമ്മൾ ബ്ലോക്കിൽ നിന്നായാലും ജില്ലയിൽ നിന്നായാലും വാങ്ങിയിട്ട് അത് ജനങ്ങൾക്ക് നേടിക്കൊടുക്കുക. വനിതകൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട്? അതിപ്പോഴും ചെയ്യണുണ്ടല്ലോ. കൂടുതലായിട്ട് എന്തൊക്കെയായിരിക്കും സംരംഭങ്ങൾ കൂടുതലായിട്ട് വനിതകളതിലേക്ക് ഇറക്കുക. അതുപോലെ തന്നെ കുടുംബശ്രീ വനിതകൾക്ക് 17 ആൾക്കാർക്ക് സംരംഭത്തിന് കാശ് ബ്ലോക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടരാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. ഇത്തവണ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം? വിജയിക്കും, ഷുവറാണ്. എൻ്റെ പേര് ഷാഹിദ. ഞാൻ പറപ്പൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ 6-ാം വാർഡ്, ഇപ്പം അത് 9ആയി. വിഭജനം വന്നപ്പോൾ 9ആയി. ഞാൻ എൻ്റെ ഈ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ജനറൽ സീറ്റാണ്, എല്ലാമാണ് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഒരുപാട് കാര്യങ്ങൾ വാർഡിന് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നെ ഇത്തവണയും ജനങ്ങൾ ചേർത്ത് പിടിക്കും എന്നുള്ള വിശ്വാസമാണല്ലോ ജനറൽ സീറ്റിൽ എന്നെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ വാർഡിലാണ് FSSC പഞ്ചായത്തിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ ഒരു കഴിഞ്ഞ 2019 പ്രളയത്തിൽ അത് അന്ന് ഇവർ പിന്നെ സാമ്പാർ ഭരണത്തിലാണ് വെള്ളം വന്ന് ആകെ നാമാശേഷമായി ഒരു വേറൊരു വാർഡ് കെട്ടിടത്തിലേക്ക് മാറ്റിയതായിരുന്നു. പിന്നെ ഞാൻ 2020 ഡിസംബറിലാണ് നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ ശേഷം പല ഫണ്ടുകളും പഞ്ചായത്തിൻ്റെ പല ഫണ്ടുകളും വെച്ചിട്ട് ആ കെട്ടിടം നമ്മൾ പുനരുദ്ധാരണം ചെയ്ത് അതിലേക്ക് തന്നെ അത് വർക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ശേഷം നമ്മൾക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളം വരുന്ന ഏരിയയാണ്. നമ്മളെ പഞ്ചായത്തിൻ്റെ 1/4 ഭാഗവും വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും വെള്ളം കയറും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി MLAൻ്റെ ആദ്യം ഒരു 1.25 കോടിന് ശേഷം ഒരു 80 ലക്ഷം ഫണ്ട് പാസ്, വലിയൊരു ബിൽഡിങ് ഫില്ലർമലാണത്. വെള്ളം വന്നാലും അത് അതിൻ്റെ അകത്ത് കയറാത്ത രീതിയിൽ നമ്മൾ അത് അതിജീവിക്കാൻ വേണ്ടി തന്നെ വലിയൊരു കെട്ടിടം. ഇപ്പോൾ അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. അപ്പോൾ അപ്പോഴാണ് ഒരു NRSMൻ്റെ ഫണ്ട് വീണ്ടും ഒരു 1.40 കോടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. പിന്നെ നമുക്ക് ആ FHSൻ്റെ തന്നെ ഒരു സബ് സെൻ്ററാണ്, അതിനും ഫണ്ട് പാസ്സായിട്ടുണ്ട്. അതൊരു സ്വകാര്യ ഒരു ഉദാരമനസ്കനം കൊടുത്തൊരു ഭൂമിയിലാണ്, അതിന് ഫണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ 5 വർഷം ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ് 100% കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശ്മശാനത്തിൻ്റെ കുറച്ചൊരു സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ട് അതും ഇനി തുടർന്ന് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റേഡിയം, അതൊക്കെ ഇവർ പറയാതെ വിട്ടുപോയൊരു സംഗതിയാണ്. നമ്മൾ സ്റ്റേഡിയത്തിന് MLAൻ്റെ പൊതു സ്റ്റേഡിയമാണ്. അത് നമ്മളെ വാർഡിൽ 1 കോടി രൂപ MLA പാസ്സായിട്ടുണ്ട്. അതും ഞങ്ങൾ അതിൻ്റെ തുടർന്ന് ഈ എല്ലാ പാസ്സാക്കലും ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്താണ് വരുന്നത്, അങ്ങനെ ജനങ്ങൾ ആരോപിക്കുന്നില്ല. ഇല്ല അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാരിന് നമുക്ക് MLA വഴി കിട്ടുന്ന ഫണ്ട് നമ്മൾ പഞ്ചായത്ത് വെക്കണില്ലല്ലോ. MP ആയാലും MLAക്ക് ആയാലും അതൊക്കെ ഒരു കാല സമയങ്ങളിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് അതിനെ തുടർന്നല്ല ഞങ്ങൾ ഇനി വരികയല്ലേ, നമ്മൾ പഞ്ചായത്ത് പോണില്ലല്ലോ, വിട്ടുകൊടുക്കില്ല. ഷുവറല്ലേ, 100% നമുക്ക് ഷുവറാണല്ലോ ആ കാര്യം. ഞങ്ങൾ 22 UDF മെമ്പർമാരും പഞ്ചായത്തിലുണ്ടാവും, ഞങ്ങൾ ഷുവറാണ്. അത്തരം എങ്ങനെ
ഇത്തവണ യൂത്ത് കുറേ വോട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? വാർഡൊക്കെ കുറേ കൂടുതലായിട്ടുണ്ട്. അപ്പം ചെറുപ്പക്കാരൊക്കെ 18 വയസ്സ് തികഞ്ഞവരൊക്കെ വോട്ടർമാരായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ വോട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസം. വാർഡ് നിരത്തി പുതിയ വോട്ടർമാർ ചേർത്തിക്കല്ലേ ഞങ്ങളൊക്കെ എല്ലാവരും. ഞങ്ങൾ അതിന് തന്നെ മുന്നിട്ട് ഇറങ്ങിക്കല്ലേ, വെറുതെ വീട്ടിലിരിക്കാനല്ലല്ലോ. എല്ലാവരും ഹാപ്പി. 5 വർഷം ഞങ്ങൾ അതിന് പ്രവർത്തനം ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഒരു ആളുകളെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്തിനാ നിങ്ങൾ വോട്ട് ചോദിച്ചു വരുന്നത്, ഒരിക്കലും ഞങ്ങൾ മറക്കൂല. അതാണ് ആളുകൾ പറയുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കണ്ടമാനം വ്യക്തിഗത ആനുകൂല്യങ്ങൾ അമ്പരിപ്പിക്കുന്ന വിധത്തിലല്ലേ ഞങ്ങളൊക്കെ എൻ്റെ വാർഡിലൊക്കെ കണ്ടമാനം ആനുകൂല്യങ്ങൾ, വ്യക്തിഗത ചട്ടി, തയ്യ്, എല്ലാം കോഴി, എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും, കട്ടില്, വയോജനങ്ങൾ, നമ്മൾ ഉല്ലാസയാത്ര കൊണ്ടുപോയി. പിന്നെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ്, അവർക്കുള്ള ഒരു ക്യാമ്പ് വെച്ചിട്ട് അവർക്കുള്ള ഉപകരണങ്ങൾ ഡോക്ടർമാരെ മുഖേന ഒരു ക്യാമ്പ് വെച്ചിട്ട് പിന്നെ അവർക്ക് ഉല്ലാസയാത്ര നടത്തി. വയോജനങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉല്ലാസയാത്ര, അതൊക്കെ നമ്മൾ നൂതന പ്രൊജക്റ്റായിട്ട് ചെയ്ത പരിപാടികളാണ്. അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. പ്രായഭേദമന്യേ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ചെയ്തു. ഇത്തവണ ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? അപ്പോൾ കൂടുതൽ ഭൂരിപക്ഷം നേടും കഴിഞ്ഞ തവണത്തേക്കാൾ? കഴിഞ്ഞ പ്രാവശ്യം 153 ആണ് എനിക്കുള്ള ഭൂരിപക്ഷം. ഒരു 350 പ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയാശംസകൾ നേരുന്നു. മത്സരിക്കുന്നത് വാർഡ് 18 പൊട്ടിപ്പാറ. നിലവിൽ 16-ാം വാർഡായിരുന്നു, അതിപ്പോൾ 18ആയി. ഞങ്ങളെ മെമ്പറാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അതെ, അപ്പോൾ ഒരു ഭരണ തുടർച്ചയായിരിക്കും താങ്കൾ വിജയിച്ച് വരികയാണെങ്കിൽ അവിടെ ഉണ്ടായി. പറപ്പൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനങ്ങൾ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലും LDFൻ്റെ പ്രവർത്തകർ പോലും വിമർശിക്കാൻ പറ്റാത്ത ഒരു വാർഡാണ്. പ്രത്യേകിച്ച് പറപ്പൂർ പഞ്ചായത്തിൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ കഴിഞ്ഞു പോയ 16-ാം വാർഡ് ഇപ്പോൾ നിലവിൽ 18-ാം വാർഡായി. CPMൻ്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ വാർഡിലൊക്കെ വന്ന് ഈ നിലവിലെ LDFൻ്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ വിമർശിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ വാർഡ് മെമ്പറുടെ വികസനം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അവിടെ ഞങ്ങൾ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇനിയും അത് തുടർന്ന് പോവാനാണ്. അതിൻ്റെ മെമ്പറുടെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ഇത്ര കാലം 5 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് അവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കുടുംബത്തിൽ നിന്ന് പോലും എൻ്റെ കൂടെ നിൽക്കാനും അവർക്ക് പരസ്യമായിട്ട് വരാൻ പ്രയാസമുണ്ടെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ കിട്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ അവർ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും. അവരിൽ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ വാർഡിലെ എല്ലാ വോട്ടർമാരിലും എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അവരെന്നെ ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? കുഴപ്പമില്ല. പറപ്പൂർ പഞ്ചായത്ത് 4-ാം വാർഡ് CC വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ സംവരണ വാർഡായിരുന്നു, SC വാർഡായിരുന്നു. അതുപോലെ തന്നെ 2010 മുതൽ 15 വരെ ഞാൻ മെമ്പറായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യ 15 മുതൽ 20 വരെ മെമ്പറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം SC വാർഡായിരുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാൻ തന്നെയാണ് അവിടെ ആ വാർഡിൽ മത്സരിക്കുന്നത്. വാർഡിന് ചെറിയൊരു മാറ്റം ഈ വാർഡ് വിഭജനത്തിൽ വന്നിരുന്നാലും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി അവിടെ തിരഞ്ഞെടുക്കുമെന്ന നല്ല വിശ്വാസമാണ് എനിക്കുള്ളത്. കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ ഒരു പരിചയം ഉണ്ടല്ലോ, അവിടെ എന്താ നടക്കുന്നതൊക്കെ അറിയാം. ഇനി കൂടുതലായിട്ട് ആ വാർഡിലേക്ക് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് വിജയിച്ച് വരികയാണ്? അവിടെ കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ പറമ്പേരിയ, നമ്മളെ ഇത് തോട്ടം ഏരിയ, മറ്റേ പാടങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അവിടെ കുട്ടികളെ ഇപ്പോൾ അവിടെ പൊതുവേ ഉള്ളത് കുട്ടികൾക്കൊരു കളിസ്ഥലമാണെന്നുള്ളതാണ് യുവാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റത് കുളിക്കാനൊരു കുളം വേണമെന്നുള്ളത്, പൊതുകുളം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റോഡുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ കഴിഞ്ഞ UDF ഭരണകാലത്തും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും ഒട്ടനവധി വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 5 കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും MLA ഫണ്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വികസനമാണ് ആ വാർഡിൽ നടത്തപ്പെട്ടിട്ടുള്ളത്. ഈ കുളം, ഗ്രൗണ്ട് ഇതൊക്കെ വരുമോ വിജയിച്ച് വരികയാണെങ്കിൽ? അടുത്ത 5 വർഷത്തിൻ്റെ ഉള്ളിൽ സാധ്യതയുണ്ട് അതൊക്കെ നടപ്പിലാക്കാൻ? അത് ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ അതിന് നിയമം അനുവദിക്കുകയാണെങ്കിൽ അതെല്ലാം അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. പരമാവധി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ നിറവേറിയിട്ടുണ്ടല്ലേ? കുടിവെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ അതൊക്കെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ജലനിധിയും മറ്റു കുടിവെള്ള പദ്ധതിയെല്ലാം ആ വാർഡിൽ എല്ലാവർക്കും നല്ല പൂർണ്ണ സമൃദ്ധിയാണ്. യാതൊരു കുഴപ്പമില്ല. ഒരു പഞ്ചായത്തിലെ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് സെലീന എന്നാണ്. പൊതുപ്രവർത്തന രംഗത്ത് 8 വർഷമായിട്ട് ഉള്ള ആളാണ് ഞാൻ. പെയിൻ ആൻഡ് പാലിയേറ്റീവിലും
പിന്നെ പാലിയേറ്റീവിൽ 8 വർഷമായിട്ട് ഉള്ള ആളാണ്. നമ്മൾ UHS സ്കൂളിൽ MTA പ്രസിഡൻ്റായിട്ടും പിന്നെ വിമൻസ് വേവൻസിൻ്റെ മലപ്പുറം ജില്ലാ ട്രെയിനറായിട്ടും ഞാൻ ആ പൊതുരംഗത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. വാർഡിലെ അപ്പോൾ എല്ലാവരെയും നേരിട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ കുടുംബശ്രീ രംഗത്തും 8 വർഷമായിട്ട് ഉള്ള ആൾ തന്നെയാണ്. ഒരു സീരിയസ് മെമ്പറായിക്കാണ്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പുറത്തെ 12ാം വാർഡിലായിരുന്നു ആദ്യം ഇതായിരുന്നത്. ഇപ്പോഴാണ് 13ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ വാർഡിലേക്ക് വേണ്ടി ചെയ്യുക? ജനങ്ങൾക്ക് വേണ്ട എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ള എന്താണോ വേണ്ടതെന്നുള്ള എല്ലാ ആവശ്യവും പഞ്ചായത്തിൻ്റെ ഇതിലും ബ്ലോക്കിൻ്റെയും ജില്ലേൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പിനെ? ഈ തെരഞ്ഞെടുപ്പിനെന്ന് പറഞ്ഞാൽ 100% 22 സീറ്റുകളും നേടി UDF ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാവുന്ന ആശയങ്ങൾ? ജനങ്ങൾക്ക് മുന്നിൽ വെക്കാവുന്ന ആശയങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ അധികാരത്തിലിരിക്കുന്ന ബോർഡ് സലീമ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി 100% ഫണ്ട് ചെലവഴിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നടപടികൾ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നമാകട്ടെ, കൊറോണയുടെ സന്ദർഭത്തിലാവട്ടെ, മറ്റേ വൈദ്യുതി രംഗത്താവട്ടെ, അതുപോലെ PSCയുടെ പ്രവർത്തന രംഗത്താവട്ടെ, ബഡ്സ് സ്കൂളിൻ്റെ കാര്യത്തിൽ, ശ്മശാനത്തിൻ്റെ കാര്യത്തിൽ, പഞ്ചായത്തിൻ്റെ അധീനതയിൽപ്പെട്ട റോഡുകൾ നന്നാക്കുന്ന കാര്യത്തിൽ എല്ലാം സർക്കാരിൻ്റെ എല്ലാ പിടിമുറുക്കങ്ങളും ഉണ്ടായിട്ടും ഇവിടുത്തെ ഭരണസമിതിക്ക് ആവശ്യമായ 14 സ്റ്റാഫിനെ നിശ്ചയിക്കേണ്ട സമയത്ത് വെറും 4 സ്റ്റാഫിനെ മാത്രം നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്തിനെ ഞെക്കിക്കൊല്ലുന്നൊരു സമ്പ്രദായമായിരുന്നു ഈ LDF ഗവൺമെൻറ് സ്വീകരിച്ചത്. ഞങ്ങളെല്ലാം മെമ്പർമാരും പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വീണാലക്കൽ ധർണ നടത്തി. എന്നിട്ട് പോലും സ്റ്റാഫിനെ നിയമിക്കാതെ ഭരണസമിതിയെ ശ്വാസം മുട്ടിക്കുന്ന ഒരു നയമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെ 1.5 വർഷം മുമ്പ് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇവിടെ 5-6 സ്റ്റാഫുകളെ നിശ്ചയിച്ചു കഴിഞ്ഞത്. അതിനുശേഷമാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഇവിടെ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. LDF മുന്നണി തന്നെ ഇവിടെ ഈ പറപ്പൂർ പഞ്ചായത്ത് 823ാമത് സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റാലി നടത്തുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഈ സ്റ്റാഫുകളെല്ലാം നിശ്ചയിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പഞ്ചായത്ത് ഭരണസമിതി മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രൂപത്തിൽ ഈ മുന്നോട്ട് വന്നു. അങ്ങനെ ഇതിൻ്റെ മെറിറ്റ് കണക്ക് അനുസരിച്ച് വേങ്ങര ബ്ലോക്കിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ 6ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു ഫണ്ട് ചെലവഴിക്കുന്നത്. പിന്നെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചാലും ഗവൺമെൻറ് അതിന് എപ്പോഴും ചങ്കിൽ പിടിച്ച് നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാലങ്ങളിൽ പറപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് സാമ്പാർ, അവിയൽ തുടങ്ങി എന്നും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നും കേരളം തന്നെ എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു പഞ്ചായത്തായി മാറാനുള്ള ഒരു കാരണം. അതിന് കാരണമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ഘടകകക്ഷികളായ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും ചിലരെ അടർത്തിയെടുത്തുകൊണ്ട് ആ സമയത്തിനനുസരിച്ച് ചില കാലുമാറ്റക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടതു മുന്നണി ഒരു സാമ്പാർ മുന്നണി ഉണ്ടാക്കുന്നതാണ്. അവർക്ക് അതിന് ചില എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലുള്ള ആളുകളെ കിട്ടിയെന്ന് വരും. അതൊരു രാഷ്ട്രീയ മാറ്റമല്ല. താങ്കളോടുള്ള വൈരാഗ്യം കൊണ്ട് മറ്റൊരു വിഭാഗം ആളുകളെ പുറകിൽ കൂടി എങ്ങനെയെങ്കിലും ഈ ഭരണസമിതിയെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ UDFനെ പരാജയപ്പെടുത്താനുള്ള ഒരു തന്ത്രം മെനയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാനൊരിക്കലും ഇക്കാലം വരെയായിട്ട് 50 വർഷത്തിലേറെ കാലമായി സാമ്പാർ മുന്നണിയിൽ ഒരിക്കലും പോയിട്ടേ ഇല്ല. അല്ല, സ്വാഭാവികമായിട്ടും അണികൾ എന്ന് പറയുന്നത് പാർട്ടിയോട് ഒരു കൂറും ഉള്ള വ്യക്തികളായിരിക്കണമല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരെ നമ്മൾ എന്ത് പറയണം? അവർ പ്രലോഭനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും വശംബദ്ധരായിട്ട് കാലുമാറ്റക്കാരായിട്ട് ചാപ്പടിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകളായിട്ടാണ് നമ്മൾ അവരെ കണക്കിലെടുക്കുന്നത്. അത് ഈ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പോരായ്മകളൊന്നും അല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ 5ഓളം തെരഞ്ഞെടുപ്പുകളിൽ വാർഡുകളിൽ UDFന് നേതൃത്വം നൽകുന്നു. അതിൻ്റെ പ്രചരണ രംഗത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ നേതൃത്വം നൽകുന്ന വാർഡിലെ പ്രതിനിധിയാണ് സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി വസന്ത. അവർ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സമയം വരെയും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. UDFിലുള്ളവരെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ചില എട്ടുകാലി മമ്മൂഞ്ഞുകൾ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞ്
ഐക്യജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൂ. പക്ഷേ അതിലും ഉണ്ടാവും കോൺഗ്രസ്സുകാർ, ചില ലീഗുകാരും ഉണ്ടാവും, അതിന് CPM കൊടപിടിക്കുന്നു. അപ്പോൾ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞാണ് സുഹൈർ മാസ്റ്റർ പറയുകയുണ്ടായി, 3 വോട്ടിനാണ് ഒരു വാർഡ് പിടിച്ചെടുത്തത് ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർ. അല്ലാന്നുണ്ടെങ്കിൽ 100 ചില്ലാനം വോട്ടിന് അദ്ദേഹം ജയിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതേ പല രൂപത്തിലൂടെയുള്ള അവരുടെ കാലുമാറ്റം കൊണ്ട് സംഭവിച്ചതാണ്. സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നിലവിലില്ലേ? ഇല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമില്ല. 100% ഓക്കെ. UDF അധികാരത്തിൽ ഉറപ്പാണ്. ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എൻ്റെ വാർഡിൽ ഞാൻ പറഞ്ഞില്ല ഒരു FHSC ഉണ്ടെന്നുള്ളത്. അത് നമ്മൾ MLA ഫണ്ട് വന്നപ്പോൾ അത് പണി നടന്നപ്പോൾ DYFIൻ്റെ ആളുകൾ ആ പണി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അപ്പോൾ അത് പാടത്ത്, ഞാൻ പറഞ്ഞില്ല പാടത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതിന് പിന്നാലെ ഞങ്ങളത് ഭൂമി തരം മാറ്റാൻ വേണ്ടി കളക്ടറേറ്റ് പോയി, അതിന് പിന്നാലെ കുറേ നാൾ തരം മാറ്റി. അങ്ങനെ എന്തൊരു വികസനങ്ങൾ കൊണ്ടുവരുമ്പോഴും അവർ അതിൻ്റെ DFI പിന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പണി മുന്നോട്ട് സമരവുമായി പോകുന്ന എന്തൊരു വികസന പ്രവൃത്തി കൊണ്ടുവരുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു പദ്ധതിയാണ് ജനകീയ കുടുംബ ഹോട്ടൽ. അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അതൊക്കെ ഞങ്ങൾ പ്രാവർത്തികമാക്കി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ 19 വാർഡുക്കും ഫണ്ട് ഞങ്ങൾ തുല്യമായി വീതിച്ചു. പക്ഷേ ചില ഇപ്പോൾ ഈ മെമ്പർമാരൊക്കെ പ്രതിപക്ഷ അവരുടെ വാർഡിലേക്ക് ആനുകൂല്യങ്ങൾ, വ്യക്തിഗതാനുകൂല്യം വളരെ തുച്ഛമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാർഡ് 6ആണ്, അതിൻ്റെ അടുത്താണ് 5 പ്രതിപക്ഷ മെമ്പറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വാർഡിൽ 100-150 ആളുകൾക്ക് വ്യക്തിഗതാനുകൂല്യം കൊടുക്കുമ്പോൾ അവിടെ വെറും 10-12. പക്ഷേ അവിടുന്ന് ഭയങ്കര പ്രതിഷേധമുണ്ട് പ്രാവശ്യം. ഞങ്ങളുടെ മെമ്പറൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അപേക്ഷ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ തൊട്ടടുത്ത വാർഡിനെ അവർ കമ്പയർ ചെയ്യുകയാണ്. ചെയ്യുമ്പോൾ നമ്മൾ കണ്ടമാനം ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുമ്പോഴേ അപ്പോൾ അവർ ഈ ആളുകൾ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ റോഡ്, ബിൽഡിംഗ്, ആശുപത്രിനേക്കാളൊക്കെ ആളുകൾക്ക് വ്യക്തിപരമായി കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നോണാണ് ഞാൻ ഈ വാർഡിൽ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പാണ്, ലൈറ്റ് ആൻഡ് സൗണ്ടിനൊക്കെ നല്ല കാലം. തീർച്ചയായിട്ടും എങ്ങനെയുണ്ട്? ലൈറ്റ് ആൻഡ് സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം എന്നല്ല, സുവർണ്ണ കാലമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സെറ്റ് കൊടുക്കേണ്ട തികയാതെ നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് സെറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചോളൂ. പറപ്പൂർ പഞ്ചായത്തിലെ ഒരു വോട്ടറാണ്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം കൂടിയാണ്, പ്രവർത്തകനാണ്. അതുകൊണ്ട് പ്രവർത്തകനാണെന്ന് വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് സെറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. മീഡിയനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മീഡിയയാണ്, അതായത് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന ഒരു മീഡിയയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയം നമ്മുടെ മനസ്സിലാണെങ്കിലും പ്രവർത്തനങ്ങളെങ്കിലും എല്ലാവർക്കും സെറ്റ് കൊടുക്കണം. എല്ലാവരും എന്ന് വെച്ചാൽ LDF സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരു ദിവസവും UDF സ്ഥാനാർത്ഥിയുടെ കൂടെ പ്രചരണത്തിന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇത്തവണ പറപ്പൂർ പഞ്ചായത്ത് ആരെ കൂടെ? ഇത്തവണ പറപ്പൂർ പഞ്ചായത്തിന് ഞാൻ പറപ്പൂർ പഞ്ചായത്തിൻ്റെ വോട്ടറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഒരു പാർട്ടിയാണ് മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള പാർട്ടികൾക്ക് പാർട്ടി ചിഹ്നമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പോലെ നിർന്നിട്ടുള്ള ചിഹ്നമില്ലാത്തൊരു മത്സരമാണ് പറപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. പക്ഷേ എങ്കിലും പാർട്ടിയുടെ ഒരു ചിഹ്നം വെച്ചൊക്കെ മത്സരിക്കായിരുന്നവർക്ക്, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം UDF ഭരിച്ചു, ഇപ്രാവശ്യം UDF തന്നെ ഭരിക്കുമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് കാണുന്നത്. പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ അവരെ നേതാക്കളും അണികളുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ആദ്യം 2 തവണ പഞ്ചായത്തിൽ മെമ്പറായി പൂർത്തീകരിച്ച ശേഷം ഇപ്പം വേഗം ബ്ലോക്കിലേക്ക് ഒരു ചൂടുമാറ്റം. അമിത് ഒന്ന് മുന്നിലേക്ക് വരും. എങ്ങനെയുണ്ട് കഴിഞ്ഞ രണ്ട് ടേം? ആദ്യം ഒരു കാര്യം പറയാം, ആദ്യം ഒരു സാമ്പാർ, ഇപ്പം ഇന്നൊരു UDF ഭരണം. അത് കഴിഞ്ഞ് ഇനി വീണ്ടും ഒരു 5 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ 5 വർഷം ഏത് ബോർഡ് ഭരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം എന്നല്ല, ഒരു 10 വർഷക്കാലത്തെ പറപ്പൂരിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം? 10 വർഷത്തെ പറപ്പൂരിൻ്റെ നേട്ടം എന്ന് വെച്ചാൽ നേരെ ജനകീയ മുന്നണിയായിട്ട് എല്ലാ ആളുകളും കൂടിക്കൊണ്ട് നമ്മൾ ഒരു ജനകീയ മുന്നണി ആയിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 10 വർഷത്തെ 5 വർഷം മുന്നേ ഭരണം ഉണ്ടായിരുന്നത്. അന്ന് പിന്നെ അന്നത്തെ ഭരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ISO
IS ഇല്ലാത്ത ഒരു പഞ്ചായത്തിന് IS സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി IS അംഗീകാരത്തോട് കൂടിയിട്ട് നല്ല ഭരണം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ 10 വർഷം കൊണ്ട്. ഒരു ജനപരമായിട്ട് അന്ന് നമ്മൾക്കറിയാം കോവിഡ്, അതേപോലെ 2 പ്രളയം, ഇതെല്ലാം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5 വർഷം പ്രതിപക്ഷത്താണ് ഉണ്ടായിരുന്നത്. ഈ 5 വർഷം പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ, പ്രതിപക്ഷം ഭരണപക്ഷം പഞ്ചായത്തിലില്ല, എന്നാലും കൂടിയിട്ട് നമ്മൾ പ്രതിപക്ഷത്തെ നമ്മളോട് യോജിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിയോജനം രേഖപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മൾക്കറിയാം, അവർ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് ജനങ്ങളെ പിരിച്ചെടുത്ത ഒരു 53 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊതു ശ്മശാനത്തിന് വേണ്ടി ഏറ്റവും ആഗ്രഹിച്ച സാധാരണക്കാരനായിട്ടുള്ള ഇവിടെ ആ ആളുകൾക്ക് ശ്മശാനം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു. ആ ശ്മശാനത്തേക്ക് അങ്ങോട്ട് ഒരു തരം മാറ്റി കൊടുത്തിട്ട് പോലും അതിലേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, ഒരുപാട് അനവധി ഫണ്ടുകൾ നമ്മൾ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ PHCക്ക് ഇഷ്ടംപോലെ 3 കോടി രൂപ കൊടുത്തു. അതേപോലെ സബ് സെൻറ്ററുകൾക്ക് ഇഷ്ടംപോലെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ വരുന്ന ആർട്ടീരിയൽ റോഡുകൾക്ക് 3.5 കോടി ഉറുപ്പ്യ കൊടുത്തു. കുഴിപ്പുറം റോഡിന് 3.25 കോടി ഉറുപ്പ്യ കൊടുത്തു. അതേപോലെ നമ്മൾ സ്കൂളുകൾക്ക് എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും 1 കോടി 2 കോടി 3 കോടി ഉറുപ്പ്യ കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാ സ്കൂളുകളും എല്ലാം ഹൈടെക് ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലത്തെ അതിനനുസരിച്ച് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ജലജീവൻ മിഷൻ എല്ലാവർക്കും കുടിവെള്ളം എന്നുള്ളത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. എന്നിട്ട് പോലും അത് ഇപ്പോഴും നമ്മൾ ഇവിടേക്ക് കണക്ഷൻ ഇട്ടിട്ട് ഇപ്പോഴും 100 ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും കുടിവെള്ളം ഇല്ലാത്തൊരു അവസ്ഥയാണ് പഞ്ചായത്തിൻ്റെ അവസ്ഥയുള്ളത്. അതേപോലെ തന്നെയാണ് വേറെ കാര്യങ്ങൾ വെച്ചാൽ ഒരുപാട് അനവധി കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ IS ഇല്ലാത്ത പഞ്ചായത്തിൻ്റെ നിങ്ങൾ പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ പോകുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തു പോകണമെന്നുള്ളൂ. ഒരു ബക്കറ്റ് പെയിൻറ്റ് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിന് അടിക്കാനും പോലും കഴിയാത്ത സ്ഥിതിഗതിയിലാണ് പഞ്ചായത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാടം വാങ്ങിക്കൊടുത്തു, അവിടേക്ക് റോഡ് ഉണ്ടാക്കി കൊടുത്തു എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. അത് തരം മാറ്റാൻ ഒരു 5 വർഷത്തോളം കാലതാമസം എടുത്തു എന്നാണ് ഭരണസമിതിയുടെ അഭിപ്രായം. 5 വർഷം നമ്മൾക്കറിയാം, ഒരു പ്രളയം കഴിഞ്ഞു. അന്ന് 2 പ്രളയമാണ് നമ്മൾ മുന്നിൽ വന്നത്. നമ്മൾ ആ സ്ഥലം വാങ്ങി ജനങ്ങളെ പിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ആളുകൾ പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്ത പാടാണ് 2 പ്രളയം ഉണ്ടായത്. അപ്പോൾ എന്തുണ്ട്, അപ്പോൾ തരം മാറ്റാൻ നമ്മൾ കഴിഞ്ഞില്ല. ഈ നവകേരള സദസ്സ് വന്നു, മുഖ്യമന്ത്രി നവകേരള സദസ്സ് വന്നു, അതിൽ നമ്മൾ കൊടുത്ത് അതിൻ്റെ തരം മാറ്റി കെട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി, 1.5 വർഷം കഴിഞ്ഞു. എന്നിട്ട് പോലും അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ഇപ്പോൾ റോഡ് ഉണ്ടാക്കി കൊടുത്തു. റോഡിനും ഈ ജനങ്ങൾ പിരിച്ചെടുത്ത പൈസയാണ് റോഡ് ഉണ്ടാക്കാനും അവർക്ക് കൊടുത്തത്. ഈ ഭൂമിക്ക് ഈ ജനങ്ങളാൽ പിരിച്ചെടുത്തുകൊണ്ടാണ് കൊടുത്തത്. അതിനും UDF ആയിട്ടുള്ള ആളുകൾ അതിന് മെനക്കെട്ടിട്ടില്ല. ഞങ്ങളിൽ പിരിച്ചെടുത്ത പൈസ എന്നാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തിട്ട് പോലും ഇന്നും അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥ. 2 കോടി രൂപയോളം സർക്കാരിൻ്റെ ഫണ്ട് ലാപ്സായി എന്ന് പറയുന്നത് എന്താണ്? അത് സർക്കാരിൻ്റെ ഫണ്ട് വെച്ചാൽ അന്ന് അവിടെ പ്രസിഡന്റ് മാറി കഴിഞ്ഞപ്പോൾ 1,83,00,000 രൂപയാണ് അത് ലാപ്സായി കളഞ്ഞത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, അതായത് നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചില്ല. നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർ അവർ പറയുന്നത് പ്രസിഡന്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റുള്ളവരത്തും വരികയാണ്. നമ്മളെ ആവശ്യം നമ്മളതാണ്. എന്താ വെച്ചാൽ നമ്മളെ ഫണ്ട് ലാപ്സാകാതെ നോക്കുന്ന ഉത്തരവാദിത്തം നമ്മൾക്കാണ്. അതിനെതിരായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് പോലും അവരതിനോട് മൈൻഡ് ചെയ്യാതെ പോയിട്ടുള്ളത്. പക്ഷേ സർക്കാർ വേണ്ടത്ര ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിൽ നൽകിയില്ല എന്നൊരു ആരോപണം ഉണ്ടല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരെ നൽകിയില്ല എന്നുള്ള ഇന്നിപ്പോൾ നിങ്ങൾ പറപ്പൂർ പഞ്ചായത്ത് പോവുക, ഇവിടുന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരം ഡെയിലി ഏജൻറ്റിൻ്റെ ആയിട്ട് 8-10 ആളുകൾ ഡെയിലി ഏജൻ്റായിട്ട് അവർ നിയമിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഒന്ന് മാറിപ്പോകുമ്പോൾ തന്നെ ആ ക്യാപ്പിക്കാണ് ഡെയിലി ഏജൻ്റായിട്ട് അവർ നിയമിക്കുന്നത്. അവിടേക്ക് ആൾ വേണ്ട എന്നുള്ള രൂപത്തിലാണല്ലോ അവർ നിൽക്കുന്നത്. ഇവിടെ സ്ഥലം മാറി പോകുന്ന ഉദ്യോഗസ്ഥർ പിന്നെ അവിടേക്ക് ഒരു 2-3 മാസം ആകുമ്പോൾ തന്നെ അവിടെ ബില്ലാകുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോയി നോക്കൂ, 8-9 പേരുണ്ട് ഡെയിലി ഏജൻ്റായിട്ട് ജോലി ചെയ്യുന്നത്. UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അവിടെ ഡെയിലി ഏജൻ്റായിട്ട് ഇന്നിപ്പോൾ നോക്കൂ, ഡ്രൈവറായിട്ടുള്ളവർ, അതേപോലെ തന്നെ ഓരോ പഞ്ചായത്ത് സ്റ്റാഫായിട്ടുള്ളത്, അതേപോലെ തൊഴിലുറപ്പിലുള്ളത്, അങ്ങനെ എയ്ഡ് ഓഫീസിലായിട്ട് ഓവർസിയറായിട്ടുള്ള 2 പേര്, ഇങ്ങനെ ഞാൻ കണക്ക് കൂട്ടുമ്പോൾ 10 പേരിൻ്റെ മുകളിലുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്.
അല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് അനാസ്ഥ ഇന്നും ഇപ്പോൾ ഒരു സ്റ്റാഫ് പോലും അവിടെ എല്ലാ ടേബിളും ഫുള്ളാണ്. ഒരു സീറ്റ് പോലും കാലിയാക്കി എടുക്കുന്നില്ല. അവിടെ എല്ലാവരും പിന്നെ സെക്രട്ടറി ഉണ്ട്, AS ഉണ്ട്, അക്കൗണ്ടൻ്റ് ഉണ്ട്, HS ഉണ്ട്, അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടല്ലോ. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. 824 എന്ന് തോന്നുന്നു റാങ്കിങ്ങില് പഞ്ചായത്ത് 824 സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. നേരത്തെ നമ്മൾ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥരുടെ അഭാവം കാരണമാണ് ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കാത്തതാണ്. ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ് ഈ ഭരണസമിതി നിൽക്കുന്നത്. നമ്മളൊരു പദ്ധതി ഉണ്ടാക്കി കൊടുക്കും, ആ പദ്ധതി ഉദ്യോഗസ്ഥരുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ കുറവ് അവിടെ വന്നിട്ടില്ലല്ലോ. അത് സെക്രട്ടറി പോയിട്ട് ഒരു മാസമേ മാറിയിട്ടുള്ളൂ. ഒരു വർഷത്തേക്ക് നമുക്ക് പദ്ധതി ഉണ്ടാക്കണ്ടല്ലോ. ജനുവരി മുതൽ നമുക്ക് പദ്ധതി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. മാർച്ച് മാസം ആകുമ്പോൾ തന്നെ ഫുള്ളായിട്ട് തീർക്കാൻ പറയുന്നുണ്ട്. മാർച്ച് മാസത്തേക്ക് തള്ളിക്കൊണ്ടുവന്ന ഒരു ആവശ്യമില്ലല്ലോ. എന്താണ് ഇപ്പോൾ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ ഇന്ന് ഇപ്പം ഒന്നുകൂടി പറയാം, ഏറ്റവും LDFൻ്റെ കരുത്തായ ഈ നിലപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് പിന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. 2000 രൂപ പെൻഷന്, അതേപോലെ ഒരുപാട് അനവധി നിങ്ങൾക്കറിയുന്ന എണ്ണാ തീരാത്ത ഒട്ടനവധി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെ വോട്ട് നേടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ LDF വരികയാണെങ്കിൽ LDF അധികാരത്തിൽ പഞ്ചായത്ത് ബോർഡ് വരികയാണെങ്കിൽ ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കും. ആദ്യമായിട്ട് പഞ്ചായത്തിന് 100 വർഷത്തേക്ക് ഇപ്പോൾ അവിടെ നോക്കി പഞ്ചായത്തിലൊരു 22 വാർഡാണല്ലോ. അവർ കൊണ്ടായിട്ട് മോട്ടോർ സൈക്കിൾ നിർത്താനും പോലും പഞ്ചായത്തിൻ്റെ അവസ്ഥ സ്ഥലമില്ല, അവിടെ പാർക്കിംഗ് ഇല്ല. അതേപോലെ റോട്ടിൽ വണ്ടി നിർത്തണം. അങ്ങനത്തെ ഒരു ഇതാണ്. പഞ്ചായത്ത് വരികയാണെങ്കിൽ ഇതാണ് മിനി സിവിൽ സ്റ്റേഷൻ. നമ്മൾ സാധാരണക്കാരുടെ യുവാക്കളെ നിർദ്ദേശപ്രകാരമായിരിക്കും പഞ്ചായത്ത് ഓരോ പദ്ധതികൾ രൂപീകരിക്കുന്ന യുവാക്കളെ നിർദ്ദേശപ്രകാരമായിരിക്കും. വരും തലമുറയ്ക്ക് അവർക്ക് കാഴ്ചപ്പാടുള്ള ആളുകളാണ്, അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഈ കാഴ്ചപ്പാടോടുകൂടി. എങ്ങനെയുണ്ട് വോട്ടർമാരെ കാണാൻ പോകുമ്പോൾ അവരുടെ പ്രതികരണം? നല്ല അഭിപ്രായമാണ്. കേരള സർക്കാരിൻ്റെ ആ സേവനങ്ങൾക്കനുസരിച്ച് നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ നമ്മൾ LDFൻ്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ നല്ല അഭിപ്രായമാണ്, നല്ല സ്വീകാരമാണ്. ഇപ്പോൾ മുന്നേ കാണാത്തതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വിജയസാധ്യത എങ്ങനെയാണ് LDFന്? എത്ര സീറ്റ് കിട്ടും എന്ന് പറയാൻ സാധ്യമല്ല. എങ്കിലും ഞങ്ങൾ താഴെത്തട്ടിൽ ഇറങ്ങിയപ്പോൾ ഓരോരോ വാർഡിലുള്ള ജനങ്ങളുടെ പ്രതികരണം ഈ 5 വർഷത്തെ ഈ ഭരണമുന്നണിയുടെ പോരായ്മകൾ ജനങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട്. അതിന് ഒരു മാറ്റം വരണമെന്നാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഈ പഞ്ചായത്തിൻ്റെ നിജീയാവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെന്നുള്ള ചിന്താഗതിയാണ് ജനങ്ങളിലുള്ളതും. ഇപ്പോൾ LDF നിർത്തിയ എല്ലാ സ്ഥാനാർത്ഥികളും അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നതും. പിന്നെ പറയാനുള്ളത്, ഒരുപാട് പിന്നെ ഇപ്പോൾ ഉള്ള ഭരണസമിതിയിലെടുത്തുന്ന വീഴ്ചകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം സ്വാധീനം വെച്ചുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ആവശ്യത്തിന് മതിൽ വെട്ടിക്കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്. അതിന് ഞങ്ങൾ വിവരാവകാശം വെച്ചുകൊണ്ട് അന്വേഷിച്ചപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഭൂസ്വത്ത് പെട്ടതല്ല, പൊതുജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവരെ പ്രവർത്തകർക്ക് മാത്രം വെച്ചു കൊടുത്ത് 3.5 ലക്ഷം റുപ്യ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് വിജിലൻസ് അന്വേഷണത്തിനാണുള്ളത്. അതേമാതിരി തന്നെ നമ്മളെ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് സ്റ്റേഡിയം നമ്മളെ സാമ്പാർ മുന്നണി ഭരിക്കുന്ന സമയത്ത്, ജനകീയ മുന്നണി ഭരിക്കുന്ന സമയത്താണ് അതിലേക്ക് ഒരു പിന്നെ സ്റ്റേജും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ. അതിനെല്ലാം ഞങ്ങൾ ആ ജനകീയ മുന്നണി എടുത്ത അത് മാത്രമല്ലാതെ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ച് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ തന്നെ മുൻ മെമ്പർ പറഞ്ഞ മാതിരി തന്നെ ഈ പിന്നെ ശ്മശാനത്തിൻ്റെ കാര്യം നിരന്തരമായി ജനങ്ങൾ ആവശ്യമായിരുന്നു ഒരു ശ്മശാനം. അങ്ങനെ ജനകീയമായിട്ട് കൂട്ടായ്മയിലൂടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചെടുത്ത ആ പണം കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി അത് തരം മാറ്റിക്കൊടുത്തു. എന്നിട്ട് ഇതുവരെയും പഞ്ചായത്ത് അതിന് ഫണ്ട് പോലും അനുവദിച്ചിട്ടില്ല. ഇത്തരം മുരടിപ്പിൽ നിന്ന് മാറുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്നുള്ളത് മാത്രമായി പറയാറുണ്ട്. കഴിഞ്ഞ തവണ LDFന് 4 സീറ്റാണ് ഉണ്ടായിരുന്നത്. ആ 4 വാർഡുകളിൽ LDF എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, വിവേചനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്. എന്നിരുന്നാൽ പോലും LDF അവിടെ ചെയ്ത വികസനങ്ങൾ എന്തൊക്കെയായിരിക്കും? LDF അത് നിലവിലെ മെമ്പറോട് ചോദിക്കാം.
ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ നമ്മൾ കേരള സർക്കാരിൻ്റെ ഏറ്റവും അംഗീകാരമുള്ള ഒരു അംഗനവാടി വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പഴയ 6ാം വാർഡിൽ അംഗനവാടിക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു അംഗനവാടി ഹൈടെക് ആയിട്ടുള്ള ഒരു അംഗനവാടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വാർഡുകളിലെ മീവം സർക്കാരിൻ്റെ ഫണ്ടും അതേപോലെ തന്നെ നമ്മൾ പ്രാദേശിക പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചിട്ട് അവിടുന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ മീവം ഈ വാർഡിൽ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 വാർഡിലെ ജനങ്ങളും സംതൃപ്തരാണ് LDFന്റെ ഭരണത്തിൽ എന്നാണോ പറയുന്നത്? 100% സംതൃപ്തരായിരിക്കും. 100% നമ്മൾക്ക് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇത്തവണ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിൽ ഞാനും ഇവിടെ ഇറങ്ങുന്നുണ്ട്. വാർഡിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മുടെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഈ പഞ്ചായത്ത് ഭരണമാണെങ്കിലും മുകളിലോട്ടൊക്കെ ആണെങ്കിലും അത് തിരിച്ചു വരാവുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. ജനങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത്? ഇതിപ്പോൾ ഓരോ ഭാഗത്തും ഇപ്പോൾ ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്നുള്ള എൻ്റെ നിലവിൽ AR-നഗർ പഞ്ചായത്ത്, വേങ്ങര പഞ്ചായത്ത്, പറപ്പൂരിൻ്റെ 6 വാർഡ്, ഊരകം പഞ്ചായത്തിൻ്റെ 18, 19 വാർഡുകൾ, ഇത്തരം വാർഡുകളാണ്. ഓരോ ഭാഗത്തു നിന്നും ഓരോ വിഷയങ്ങളാണ് വരുന്നത്. എൻ്റെ പഞ്ചായത്തിൽ പറപ്പൂർ പഞ്ചായത്തിനെ എടുത്ത് പറയുകയാണെങ്കിൽ എന്താണ്? പറപ്പൂർ പഞ്ചായത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് അത് നമ്മൾ തീർച്ചയായും അത് ഇവിടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ട്, കാരണം ഞങ്ങളെ സംബന്ധിച്ച മുൻ വേങ്ങര ഡിവിഷൻ ഇതല്ല. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇലക്ഷന് നമ്മുടെ റിസൾട്ടിന് ശേഷം അതിനുള്ള തീരുമാനങ്ങളായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്? തീർച്ചയായും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നിൽക്കേണ്ടത്. തീർച്ചയായും അതുണ്ടാകുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? ഞാൻ 11ാം വാർഡ് മുണ്ടോത്തുപറമ്പ് വാർഡിലാണ് മത്സരിക്കുന്നത്. വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണം നല്ല രീതിയിലാണ്. 100% വിജയപ്രതീക്ഷ ഉണ്ട്. ജനങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ അംഗമായ UDFൻ്റെ കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു അവിടുത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് ഭയങ്കര അമർഷമുണ്ട്. കാരണം അവിടെ ഒരുപാട് ലൈഫ് മിഷൻ്റെ പദ്ധതികളൊന്നും ആ വാർഡിൽ നടപ്പിലാക്കിയിട്ടില്ല. ഒരുപാട് ആളുകൾ ക്വാർട്ടേഴ്സുകളിലും ഒക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, അർഹതപ്പെട്ട ആളുകളാണ്. അവർക്കൊക്കെ ഭൂമിയുണ്ട് ആ വാർഡുകളിൽ തന്നെ. പക്ഷെ അവർക്കൊന്നും വീട് വെച്ച് കൊടുക്കുകയോ അത് വേണ്ട സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം അവൻ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചിട്ടുണ്ട്. ഈ പറപ്പൂർ പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ പിറകോട്ട് നയിച്ചത് ആ വാർഡ് മെമ്പർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്. ജനകീയ മുന്നണി ഭരണം നടത്തുന്ന സമയത്ത് 122ാം സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന പറപ്പൂർ പഞ്ചായത്തിന് പിന്നെ 800 ചില്ലറാം സ്ഥാനത്തേക്കാണ് അവരുടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിൽ നമുക്ക് വന്ന് കിട്ടിയത്. പറപ്പൂർ പഞ്ചായത്തിന് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു പറപ്പൂർ പഞ്ചായത്തിൻ്റെ അവസ്ഥ. എൻ്റെ ആ പ്രദേശത്തേക്ക് കയറിപ്പോരുന്ന റോഡ് ഞങ്ങളെല്ലാവരും കൂടി മുൻകൈ എടുത്ത് കോൺക്രീറ്റ് ചെയ്താണ് നന്നാക്കിയത്. ഒരു വാർഡ് പ്രതിനിധി ഉണ്ടായിട്ട് പോലും അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലേക്കായിരുന്നു അവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നത്. ഇപ്പോൾ ഈ അവസാന സമയം ആ റോഡുകളൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചത്. അത് ഇലക്ഷൻ്റെ ഒരു തട്ടിപ്പാണ്. ഇലക്ഷൻ്റെ ട്രെൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനത്തെ ചില ചെറിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി അദ്ദേഹം രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ പരിപൂർണമായി അദ്ദേഹത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഈ ഇലക്ഷനിൽ 100% 11ാം വാർഡ് LDFനോട് കൂടെ നിൽക്കും. അതുമാത്രമല്ല, നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇതൊക്കെ ജനങ്ങൾക്ക് വരാനിരിക്കുകയാണ്. വളരെ ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഹൈടെക്, സംസ്ഥാനത്ത് സ്കൂളുകൾ ഒക്കെ ഹൈടെക്കായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് പോലും ഈ പഞ്ചായത്ത് അടിച്ചു മാറ്റുന്നൊരു സംവിധാനമുണ്ട്. വിജയിച്ച് വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചെയ്യുക വാർഡിന് വേണ്ടി? സംസ്ഥാന സർക്കാരിൻ്റെ എന്തൊക്കെ പദ്ധതികളുണ്ട് അത് മുഴുവൻ എൻ്റെ വാർഡിൽ ഞാൻ നടപ്പിലാക്കും. ലൈഫ് മിഷൻ പദ്ധതിക്ക് നടപ്പിലാക്കാൻ കരുതിയിരിക്കുന്ന 5 ഉപഭോക്താക്കൾ ഇപ്പോൾ തന്നെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ ഫണ്ടുകൾ ഒരുപാട് ആളുകളെ എല്ലാ വീടുകളിലേക്കും അത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ആദ്യത്തെ പുതുമുഖമാണോ? അതെ, പുതുമുഖമാണ്. ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ പറയുമല്ലോ ഒരു ഭരണവിരുദ്ധ വികാരം, അങ്ങനെയൊന്നുമില്ല. വളരെ സ്വീകാര്യതയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ. ഒന്നാമത് നമ്മളിപ്പോൾ പറയുക സർക്കാരിൻ്റെ പദ്ധതികളാണ് ഒന്നാമത് വളരെ മികച്ചു നിൽക്കുന്ന കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ പെൻഷൻ 1,
പെൻഷൻ തുക ഉയർത്തി എന്നുള്ളത് ഇപ്പോൾ ഓരോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസമായിട്ടാണ്. ഒരു വീട്ടിൽ തന്നെ ഒരു 2-3 ഒരു അമ്മ അച്ഛൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു തുകയാണ് വീട്ടിലേക്ക് പെൻഷനായിട്ട് എത്തുന്നത്. പിന്നെ അടുത്തതായിട്ട് സ്ത്രീ സുരക്ഷ, അപ്പോൾ പെൻഷൻ വരാൻ പോകുന്നത് എന്നുള്ളത് സ്ത്രീകളെ വലിയൊരു സന്തോഷമാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൂടെ ഇത് സ്ത്രീകളെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിജയിച്ച് വരികയാണെങ്കിൽ എന്തെല്ലാം നടപ്പിലാക്കും? ഇതന്നെ സർക്കാരിൻ്റെ പ്രവർത്തനം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരമ്മ കുഞ്ഞിനെ ഗർഭം ധരിച്ചത് മുതൽ ആ കുഞ്ഞ് ഒരു എത്ര വയസ്സ് വരെ ജീവിക്കുന്നു അതുവരെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പലതരത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുകയാണ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത് മുതൽ ആ അമ്മയ്ക്ക് മറ്റേ സ്ത്രീ സുരക്ഷാ കാര്യങ്ങളും പ്രസവ സംരക്ഷണവും കാര്യങ്ങളും അവർക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണവും കാര്യങ്ങളും സർക്കാർ എത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ മാതൃയാനം അമ്മയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുകയാണ്. പുതിയതായിട്ട് വന്നതിൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത് മുതൽ പിന്നെ കുഞ്ഞ് സ്കൂള് പോകുന്നത് അംഗനവാടികളിൽ പോഷക സമൃദ്ധമായ ഭക്ഷണം പുതിയതായിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ബിരിയാണി വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണല്ലോ. അപ്പോൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് എത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സമയത്തിന് പാഠപുസ്തകങ്ങൾ, അവിടെയും പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ, കുഞ്ഞുങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ ഓരോ ഉന്നത വിദ്യാഭ്യാസ തലത്തിലാണെങ്കിൽ പുറത്തു പോയി പഠിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ പിന്നെ അമ്മയ്ക്ക് കുഞ്ഞിനാണ്, പിന്നെ സ്ത്രീകൾക്ക് ഇതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷന് കാര്യങ്ങൾ. ഇനി വരുന്നത് ഓരോ സ്ത്രീകൾക്കും തൊഴിൽ നൽകുകയാണ്. കുടുംബശ്രീ പദ്ധതി വഴി തൊഴിൽ നൽകും എന്നുള്ളത് ഒരു വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഓരോ മനുഷ്യനും ഓരോ കേരളീയനും അനുഭവിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കൃത്യമായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുക്കുന്ന ദൗത്യം. ഓരോ പദ്ധതിയും സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. ഈ യുവാക്കളായ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? യുവാക്കളിൽ പൊതുവേ നമ്മൾ സാധാരണ കുട്ടികൾ ചെല്ലുമ്പോഴൊന്നും അങ്ങനെ ഒരു പ്രതികരണമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലൊക്കെ ശക്തമായൊരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കുട്ടികൾ മനസ്സിലാക്കി വിലയിരുത്തലിലൂടെയാണ് അവരുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുന്നത്. മുൻപെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇന്ന പാർട്ടിയാണെങ്കിൽ അതിനോട് വോട്ട് ചെയ്യുക എന്നുള്ളൊരു കീഴ്വഴക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് അല്ലാതെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൃത്യമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വോട്ട് നൽകുന്നതെന്നാണ് ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? പഠിക്കുന്ന കാലത്തൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ സജീവമായിട്ട് ഇറങ്ങുന്ന ആൾ തന്നെയാണ്. പൊതുവേ ഒരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് വന്നത് തന്നെയാണ്. എൻ്റെ വീട്ടിലായാലും ഇപ്പോൾ വിവാഹം കഴിച്ച് വന്ന വീട്ടിലായാലും കടുത്ത രാഷ്ട്രീയ പ്രവർത്തകരാണുള്ളത്. അതുവഴി വന്നതാണ്. എനിക്ക് അത് താല്പര്യമുണ്ട്. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? ഞാൻ 10ാം വാർഡ് മാട്ടനപ്പാട് ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. എന്താണ് ജനങ്ങളുടെ ഒരു ആവശ്യങ്ങളൊക്കെ, ആ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മെമ്പർ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ നല്ല പോസിറ്റീവാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത എല്ലാ വീടും ഞാൻ 2 പ്രാവശ്യം എല്ലാ വീടുകളിലും പോയതാണ്. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത മെമ്പർ നമുക്കുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കേണ്ട ഒരു മെമ്പറുള്ള വാർഡിലാണ് മത്സരിക്കുന്നുണ്ട്. നല്ല സപ്പോർട്ടിങ്ങാണ് ആളുകളൊക്കെ. കഴിഞ്ഞ തവണ 19 വാർഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 22 ആയിട്ടുണ്ട്. അത് ഈ വാർഡിലെ ഇലക്ഷനെ ബാധിക്കുമോ? അവിടുത്തെ വോട്ടർമാരൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കുമോ വരിക? അതേ വിഭജനം നമുക്ക് ഇല്ല ഒന്നുമില്ല. നമുക്ക് 100% നമ്മൾ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. അപ്പോൾ നമുക്ക് ആളുകളെ മനസ്സറിയാം എങ്ങനെയാണ്. പിന്നെ യുവാക്കളൊക്കെ സജീവമായിട്ട് കൂടെ ഉണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഞാൻ ഉണ്ടാവുന്നവർക്ക്. വർഷങ്ങളായിട്ട് LDF ഭരിക്കുന്നൊരു വാർഡ് തന്നെയാണോ അത്? അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ചെടുത്ത വാർഡാണ്. ഇപ്പോഴാണ് എന്താണ് പഞ്ചായത്തിലെ ആനുകൂല്യങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കേരള സർക്കാരിൻ്റെ കുറേ പ്രൊജക്റ്റുള്ള ഇപ്പോൾ ഈ ടൈമിലാണ് ഇപ്പോൾ 3600 രൂപ പെൻഷൻ കൊടുത്തത്. അപ്പോൾ ആളുകൾക്ക് ചെല്ലുമ്പോൾ വീട്ടുകളിൽ നിന്നൊക്കെ ഉമ്മമാർ വരെയൊക്കെ എന്തെങ്കിലും പെൻഷൻ കിട്ടിയതും ചില നമ്മൾ വിളിച്ച് പറയും പെൻഷൻ കിട്ടി, നമ്മൾ കുറേ ശരിയാക്കി കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ വാർഡുകളിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വീട്ടിലും ഒരു ആനുകൂല്യം അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന് നല്ല പോസിറ്റീവാണ്.
ഒരു പ്രശ്നമില്ല, നല്ല നിലയ്ക്ക് വിജയിക്കും. കൂടുതലായിട്ട് എന്തെല്ലാം ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്? അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? എന്തെങ്കിലും പ്രാഥമിക കുടിവെള്ള പ്രശ്നം അങ്ങനെ എടുത്തു പറയത്തക്ക വല്ല പ്രശ്നങ്ങളും ഉണ്ടോ? അങ്ങനെ വലിയ പ്രശ്നമില്ല. കാരണം ഈ റോഡുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറ്റുള്ള വാർഡുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ കുറേ പുതിയ റോഡുകൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ഞങ്ങൾ പുതിയ ആ വാർഡ് ഉണ്ടായതിനു ശേഷം പുതിയ റോഡുകളൊക്കെ നമ്മുടെ മെമ്പർ വന്നതിന് ശേഷം റോഡുകൾ വെട്ടി അതിൻ്റെ 1ാം ഘട്ടം കോൺക്രീറ്റ് കഴിഞ്ഞു. ഇനിയും അങ്ങനത്തെ പുതിയ പുതിയ റോഡുകളാക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? ഞാൻ പറപ്പൂർ പഞ്ചായത്ത് 9ാം വാർഡ് ഈ പാലാണി ഡിവിഷൻ. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണം? നല്ല പോസിറ്റീവായിട്ട് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ നിന്ന്. ഭരണത്തിന് LDF സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ ഭരണത്തിന് ഈ ക്ഷേമ പെൻഷന് മറ്റേ സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിനൊക്കെ അഭിപ്രായപ്പെട്ട് നല്ല പോസിറ്റീവായി ഒരു എനർജി ഉണ്ട് ഞങ്ങൾ. കഴിഞ്ഞ തവണ വാർഡ് ആരുടെ കയ്യിലായിരുന്നു? കഴിഞ്ഞ തവണ UDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ഒരു വാർഡാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും? അങ്ങനെ ഇത് പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നടക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? പ്രവർത്തനങ്ങൾ എല്ലാ ഒരു റൗണ്ട് എല്ലാ വോട്ടർമാരെയും നേരെ കണ്ടു. പിന്നെ അടുത്ത റൗണ്ട് ഇന്നലെ മുതൽ സ്റ്റാർട്ടാക്കി. കുഴപ്പമൊന്നുമില്ല ജനം. വോട്ടർമാരൊക്കെ എന്താ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഭരണത്തെക്കുറിച്ച്? നമ്മുടെ വാർഡിൽ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നിന്ന സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം മത്സരിക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിന്ന സ്ഥാനാർത്ഥിക്ക് ഇനി ഇപ്രാവശ്യം നീ വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന ജനങ്ങൾ വെക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവിടെ വിജയിച്ച് വരികയാണെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ? ഇനി വിജയിച്ച് വരികയാണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ജനക്ഷേമപരമായ കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളല്ലാതെ എൻ്റെ വാർഡിലേക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്? എൻ്റെ വാർഡിൽ ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് യുവാക്കളൊരു ഗ്രൗണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിപ്പോൾ നിലവിലത് നടക്കില്ല. ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് വാടകയ്ക്ക് എന്തെങ്കിലും പാട്ടത്തിന് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇത്തവണത്തെ ഒരു LDFൻ്റെ ഒരു വിജയ സാധ്യതയൊക്കെ എത്രത്തോളം ഉണ്ട്? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് ഭൂമിയുള്ള എല്ലാവർക്കും വീട് എന്നൊരു പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഭൂമിയുള്ള എല്ലാവർക്കും വീട്. ഞങ്ങൾ ചോദിക്കട്ടെ, എവിടെയാണ് ആ വീട്? അയൽ പഞ്ചായത്തുകളിലെല്ലാം വള്ളിക്കുന്ന് പഞ്ചായത്തിലെല്ലാം 200-നടുത്ത് ലൈഫ് പദ്ധതികളിൽ വീട് നൽകുകയുണ്ടായി. നിങ്ങൾക്കറിയുമായിരിക്കും. അങ്ങനെ അയൽ പഞ്ചായത്തുകൾ പലതും നൂറുകണക്കിന് വീടുകൾ നൽകിയപ്പോൾ പറപ്പൂരിൻ്റെ വാർഡുകളിൽ 10 വീടുകൾ പോലും നൽകുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഭൂമിയുള്ള എല്ലാവർക്കും വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ ഒരാൾക്ക് പോലും ആ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിട്ടില്ല. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവോ? ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യത? പക്ഷേ ജനാധിപത്യ മുന്നണി ഈ 2025 UDFിൽ നിന്നും ഭരണം പിടിച്ചെടുക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് സംശയമില്ല. ഈ പഞ്ചായത്തിനകത്തെ വോട്ടർമാർക്കും ഒരു സംശയവുമില്ല. അങ്ങനെയാണ് ഈ ഇലക്ഷൻ പ്രചരണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? എന്തെല്ലാം വാഗ്ദാനങ്ങൾ! പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിൽ വർഷങ്ങളായി അല്ലെങ്കിൽ ഏകദേശം 10 വർഷത്തോളമായി എൻ്റെ വാർഡിലെ കിഡ്നി ക്യാൻസർ രോഗികൾ മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിൽ ഈ നിലവിലുള്ള 8ാം വാർഡിൽ, പഴയ 7ാം വാർഡിലാണ്. മലപ്പുറം ജില്ലയിൽ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി ക്യാൻസർ രോഗികളുണ്ട്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം നിങ്ങളോടും പറയുന്നു, ഞങ്ങൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ അടുത്ത പഞ്ചായത്ത് ഭരണസമിതി 6 മാസത്തിനകം തീർച്ചയായും ആ വാർഡുകളിലെ കിണറുകളിൽ ജലപരിശോധന നടത്തുകയും എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിനു ശേഷം പഞ്ചായത്ത് ഭരണസമിതി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള തീരുമാനമെടുക്കുന്നതുമാണ്. പിന്നെ പന്നിശല്യം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ആളുകൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. രാവിലെ സ്ത്രീകൾ വന്ന് വീട്ടമ്മമാർ വാതിലിൻ്റെ ഡോർ തുറക്കുന്ന സമയത്ത് കാണുന്നത് പന്നികൾ വരാന്തയിൽ കിടക്കുന്നതാണ്. ഒരു പന്നിക്ക് 10ഉം 15ഉം 20ഉം മക്കളാണുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അടുത്ത പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് ഉറപ്പ് നൽകുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ വൻകിട മുതലാളിമാരുടെ ഭൂസ്വത്തുക്കളെല്ലാം ഭൂപ്രദേശങ്ങളെല്ലാം വലിയ കാടുകളായി വെച്ചിരിക്കുകയാണ്.
ആ കാടുകളെല്ലാം അടിയന്തരമായി നീക്കം ചെയ്യാനുണ്ട്. ഇതിനെ ആർജവമുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലെത്തേണ്ടതുണ്ട്. ഞാൻ പറയട്ടെ, ഇവർക്കെല്ലാം പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിലെത്തിയാൽ ഉടൻ തന്നെ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം ആ കാടുകൾ നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുകയും അവർ ആ കാടുകൾ നീക്കം ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ ജോലിക്കാരെ വെച്ചുകൊണ്ട് ആ കാട് വെട്ടിമാറ്റുന്നതാണോ. അതോടൊപ്പം അതിനവർ തയ്യാറല്ലെങ്കിൽ അവരിൽ നിന്നും അതിൻ്റെ ചെലവ് ഈടാക്കിക്കൊണ്ട് ആ വാഗ്ദാനം ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കുന്നു. മൂന്നാമതൊന്നായി പറയാനുള്ളത്, തെരുവ് നായകളെ കൊണ്ട് റോട്ടിലിറങ്ങി നടക്കാൻ വയ്യ, വിദ്യാലയങ്ങളിലേക്ക് പിഞ്ചു മക്കൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം, പള്ളികളിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് അമ്പലങ്ങളിലേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഭരണസമിതി അക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഇവിടുത്തെ പ്രസിഡന്റ് ജനങ്ങളോട് ഈ അവസരത്തിൽ തുറന്നു പറയട്ടെ എന്നാണ് എനിക്ക് പറയാൻ. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഒട്ടേറെ നിയമതടസ്സങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകും. 22 വാർഡുകളാണ് ഉള്ളത്. എന്നാൽ ഒരു വാർഡിൽ മാത്രമാണ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ല, ഇടതുപക്ഷ മുന്നണി എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചോളണമെന്നില്ല. അത് 1957 തൊട്ടിട്ട് കേരള സംസ്ഥാനത്തിനകത്ത് അങ്ങനെ ഒരു ചരിത്രമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ മന്ത്രിമാർ ഉൾപ്പെടെ കൃഷ്ണയ്യർ ഉൾപ്പെടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിപ്പിച്ചവരാണ്. ഇന്നും സംസ്ഥാന സർക്കാരിനകത്ത് മന്ത്രിമാർ ആ രീതിയിലേക്ക് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. ഇടതുപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെ മത്സരിച്ചാലും പറപ്പൂർ പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരും. കാരണം സ്വാഭാവികമായും കേരള സംസ്ഥാനത്തിനകത്ത് ഒരു 3-ാം ടൈമിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമെന്നൊരു ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ഫണ്ടുകളും കാര്യങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നത് ജനങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന രീതിയിലേക്ക് വരും UDF അധികാരത്തിൽ വന്നാൽ എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. കാരണം വലിയ രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിനകത്ത് നടക്കുന്നത്. BJP സർക്കാർ ഇത്ര സൗകര്യത്തോടു കൂടി കേരള സംസ്ഥാനം പോകണ്ട എന്നുള്ള രീതിയിലേക്ക് ഫണ്ടുകളെല്ലാം വെട്ടി ചുരുക്കുമ്പോഴും അല്ലെങ്കിൽ പിടിച്ചു വെക്കുമ്പോഴൊക്കെ അതിനെ മറികടക്കാനുള്ളൊരു വലിയ സംവിധാനം ഇടതുപക്ഷത്തിന് ഉണ്ട്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആ രീതിയിലേക്ക് സൗകര്യപ്പെടുത്താൻ ഇവിടുത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഭരണസമിതി കഴിഞ്ഞില്ല. ഇപ്പോൾ നേരത്തെ മെമ്പർമാരെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് ശ്മശാനമൊക്കെ കഴിഞ്ഞ തവണ 3 വർഷക്കാലം ഈ ഭരണസമിതി ഉണ്ടായിരുന്നു. ഒരു നീക്കം പോലും നീക്കാനായിട്ടാണ് ഇടതുപക്ഷം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്ത് അത് തരം മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് പോകും. ആ തരം മാറ്റിയെടുത്ത പേപ്പർ അതേപോലെ വെക്കുക എന്നുള്ളതല്ലാതെ ഇവിടുത്തെ പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തെ അവരുടെ ഒരു മരണശേഷം അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല. ഇവിടുത്തെ കുട്ടികൾ 1.5 കോടി രൂപ ഇവിടുത്തെ പഞ്ചായത്ത് മിനിസ്റ്റേറിയത്തിന് സംസ്ഥാന സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വിനിയോഗിച്ച് അത് വലിയ രീതിയിലേക്ക് ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് ആ സ്റ്റേഡിയത്തെ മാറ്റാൻ കഴിയുന്നില്ല. MCFന് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നേരിട്ട് പോയി സ്ഥലം കണ്ടെത്തി ഇവിടുത്തെ നിലവിലുള്ള UDF ഭരണസമിതി അത് മുടക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു ഭരണസമിതിക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരൊക്കെ ഇവിടുത്തെ മാലിന്യങ്ങൾ കുന്നുകൂടരുത്, വലിയ രീതിയിലേക്ക് ജനങ്ങളുടെ ജീവിതം ആരോഗ്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും പോകുന്നത്. ആ സമയത്തും പഞ്ചായത്ത് സെക്രട്ടറി കണ്ടെത്തിയ സ്ഥലം പോലും UDFൻ്റെ നേതാക്കന്മാർ പോയിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ പഞ്ചായത്തിനകത്ത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അതായത് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു ആവശ്യവും അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ ഭരണം മുന്നോട്ട് പോകുക എന്നുള്ള മാത്രമേ വിഷയമുള്ളൂ. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കപ്പ കൃഷി നടക്കുന്നത് കുഴിപ്പുറത്താണ്. ഏകദേശം 500ഓളം ഏക്കറയിൽ കപ്പ കൃഷി നടക്കുന്നുണ്ട്. ഈ കപ്പ കൃഷി കഴിഞ്ഞ 2 വർഷങ്ങൾ വളരെ മോശമായ രീതിയിൽ ചീഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരും ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കൂടെ വാർഡാണത്. എന്നിട്ട് പോലും അവിടെ പോയിട്ട് ആ കർഷകരെ ഒന്ന് വേണ്ട രീതിയിൽ സഹായിക്കാനോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കാനോ അവരും കഴിയുന്നില്ല. ഒരു ജനങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനത്തിലേക്ക് യാതൊരു രീതിയിലേക്കും ഞങ്ങൾക്കിത് ബാധകമല്ല എന്ന രീതിയിലേക്കുള്ള ഒരു മട്ടിലേക്കാണ് UDFൻ്റെ ഭരണസമിതി പോകുന്നത്. ഒപ്പം സ്വാഭാവികമായിട്ട് RSSൻ്റെ അതേ നയം തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ ഒരു പ്രധാന വോട്ടിംഗ് ബാങ്കായിട്ട് അവർ കണ്ട് മത്സരിക്കുന്നത്. കഴിഞ്ഞ ടൈമിനകത്തും അവർ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സീറ്റ് കൊടുത്ത് അവർ വിജയിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി RSSൻ്റെ അതേ നയമാണ്. ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള മത തീവ്രവാദ രാഷ്ട്രീയത്തിൽ അധിഷ്ഠമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ വീണാൽക്കൽ 14-ാം വാർഡിൽ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുകയാണ്. മുഴുവൻ ജനങ്ങളും ശക്തമായ രീതിയിലേക്ക് അതിനോട് മുസ്ലിം വിഭാഗം മാത്രമല്ല എല്ലാ മതവിഭാഗവും, കാരണം വെച്ചാൽ അത്രയും RSSൻ്റെ അതേ നയം തുടരുന്ന ഒരു വർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമി അടക്കത്തെ
കൂട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ഈ സംവിധാനത്തെ പൂർണ്ണമായും ഇവിടുത്തെ ജനങ്ങൾ തൂത്തെറിയുക തന്നെ ചെയ്യും. എന്താണ് വിജയിച്ചു വരികയാണെങ്കിൽ, ഭരണം ലഭിക്കുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം വികസനമാണ് പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ എന്ന പദ്ധതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള കാരണം വെച്ചാൽ ഇവിടുത്തെ പറപ്പൂർ പഞ്ചായത്തിൻ്റെ വില്ലേജ് കിടക്കുന്നത് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെയാണ്. ഇവിടുത്തെ മറ്റ് സൗകര്യങ്ങളെല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. ഒരു മനുഷ്യന് വന്നാൽ ഒറ്റയടിക്ക് കാര്യങ്ങൾ നടത്തിപ്പോകുന്ന രീതിയിലേക്ക് വരണം ഇപ്പോഴത്തെ ഭരണ സംവിധാനം. പാവപ്പെട്ട ജനങ്ങളെല്ലാവരും ഒക്കെ തിരക്ക് പിടിച്ച കാലഘട്ടത്തിലാണ്. നല്ല സൗകര്യങ്ങൾ വേണം. അതിനെല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിലേക്ക് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് വലിയ വിഷയം. അവർക്ക് ഒരു പഞ്ചായത്ത് ബിൽഡിംഗ് ഉണ്ട്, അത് ബിൽഡിംഗ് അങ്ങനെ നിൽക്കുക, അതിനകത്തൊരു മോഡിഫൈ ചെയ്യുക, ഒരു പുതിയ ഹൈടെക് മേഖലയിലേക്ക് ആ സംവിധാനത്തെ മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഒരു വ്യക്തികൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാൽ അത് ഒറ്റയടിക്ക് ചെയ്ത് തീർത്തു കൊടുക്കണം എന്നൊന്നും അവർക്കൊരു വിഷയമേ അല്ല. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ച് അതിൽ നിന്ന് എത്ര കോടി ലാപ്സ് ആയാലും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് പുതിയ പദ്ധതി ആവിഷ്കരിക്കണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഭൂമിയില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി, ഫ്ലാറ്റ് സമുച്ചയം എന്നുള്ള രീതിയിലേക്ക് വലിയ ആശയങ്ങൾ വരും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ 450 വീടുകൾക്ക് സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് പെരിന്തൽമണ്ണ ഫ്ലാറ്റ് സമുച്ചയം വരികയാണ്. നമ്മുടെ പഞ്ചായത്തിന് ഈ ഒരു കാഴ്ചപ്പാടും ഇതിനകത്തില്ല. ഇവിടെ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെ മൺപാത്ര തൊഴിലാളികളുണ്ട്. അവർക്ക് വേണ്ട ഒരു പുതിയ പദ്ധതി അതുമായി ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു മേഖലയിലും പുതിയ പദ്ധതികളുമായിട്ടോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിട്ടോ UDFൻ്റെ നേതൃത്വത്തിനില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവും. ഭരണത്തിലേക്ക് വരും എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസം. ഒരു 5 വർഷം മുമ്പ് ഒരു സാമ്പാർ അല്ലെങ്കിൽ ഒരു അവിയൽ എന്നൊരു മുന്നണിയായി CPM പോയി 5 വർഷം ഭരിക്കുകയും ചെയ്തു. അതിൽ നിന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഉണ്ടായത്? അല്ല, തീർച്ചയായും അങ്ങനെ ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ആ ഭരണസമിതിയെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഒരു മുന്നണിയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പദങ്ങളോ അല്ല അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ജനങ്ങളുടെ പൂർണ്ണമായി കൈയൊഴിഞ്ഞ ഒരു ഭരണ സംവിധാനത്തെ മാറ്റി നിർത്തി ഒരു പുതിയ സംവിധാനത്തെ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയണം. ഇപ്പോൾ ഇത്തവണ അതും CPMൻ്റെ കയ്യിലേക്ക് വരും എന്നാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് തന്നെ വരും എന്നാണോ? പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് വരും. കാരണം വെച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ത്യക്കകത്ത് മറ്റൊരു സംസ്ഥാനത്തും 2000 രൂപ വെച്ച് ഒരു വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നില്ല. 35 വയസ്സ് കഴിഞ്ഞവർക്ക് 1000 രൂപ വെച്ച് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായി സാങ്കേതിക തകരാറുകൾ ഉണ്ട്. അതാ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുഴുവൻ സ്ത്രീകൾക്കും 35 വയസ്സിന് 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളറിയാം. കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നു. ഒപ്പം പാഠപുസ്തകങ്ങൾ ആനുവൽ എക്സാം കഴിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ കിട്ടുകയാണ്. നേരത്തെ ക്വാർട്ടർലി എക്സാം കഴിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പുസ്തകം കിട്ടുന്നില്ല. ഓണപ്പരീക്ഷ നേരത്തെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരനായ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. മറിച്ച് ഇപ്പോൾ ആനുവൽ എക്സാം കഴിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു, യൂണിഫോം കൊണ്ടുപോകാൻ കഴിയുന്നു. എല്ലാ രീതിയിലേക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ വോട്ടർമാരും കാണുന്നത്. തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു വ്യക്തികൾ പോലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഇൻകംബൻസിയുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. ഒരാൾക്കും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെ കുറിച്ച് ഒരു വിമർശനമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷത്തെ കൂടെ നിർത്താൻ തയ്യാറാവുന്ന സമയത്ത് എങ്ങനെയാണെങ്കിലും നമ്മൾ ജയിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷമറിയാൻ ജനപക്ഷം അറിയാൻ നമ്മുടെ ചിഹ്നം പടയൊരുക്കം പറപ്പൂർ പഞ്ചായത്തിൽ പൂർണ്ണമാവുകയാണ്. നാളെ നമുക്ക് എടരിക്കോട് പഞ്ചായത്തിൽ വെച്ച് കാണാം. അതുവരെ ബൈ.